Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. ഇന്ന് ഞാനായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സിൽ അതൊരു ടീച്ചർ ഇല്ല, ലീവ്. അതുകൊണ്ട് ഞാനാണ് 1.5 മണിക്കൂർ എടുക്കുക കേട്ടോ. 12 മണി വരെ എടുക്കും കേട്ടോ. ഓക്കെ ഓക്കെ മിസ്. കുഴപ്പമൊന്നുമില്ലല്ലോ? ബോറടിക്കോ? ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വരെ എടുത്തു നിർത്തി തോന്നുന്നു അല്ലേ? അല്ലെ? ഇവിടെ വരെയല്ലേ? ഡിസൈൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ആതിര ടീച്ചർ ഇന്ന് ഇല്ല കേട്ടോ. ആതിര ടീച്ചർക്ക് പകരം ഞാൻ തന്നെയാണ് എടുക്കുന്നത്. 1.5 മണിക്കൂർ ഉണ്ടാവും ക്ലാസ്. 12 മണി വരെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലേ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിലെ ഒരു വിഭാഗമാണെന്ത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. മേജർ ട്രോമയുമായിട്ട് വരുന്ന പേഷ്യൻസ്, സീരിയസ് ഇഞ്ചുറീസുമായിട്ട് വരുന്ന പേഷ്യൻസ്, എമർജൻസി കെയർ ആവശ്യമുള്ള ഏതൊരു പേഷ്യൻസിനും എന്താണ് കടന്നു വരാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണിത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, കൺഫ്യൂഷൻ, സിവിയർ ചെസ്റ്റ് ഓർ അബ്ഡോമിനൽ പെയിൻ, സ്ട്രോക്ക്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, ഇങ്ങനെയുള്ള പേഷ്യൻസിനെയും എവിടെ കൊണ്ടുവരാറുണ്ട്? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരാറുണ്ട് അല്ലെ. ഇനി ഇത് 3 പേരുകളിലാണ് അറിയപ്പെടുക: കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി റൂം. ഓക്കെ. ദെൻ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതലും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് അവര് കൊടുത്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് റെഡ് ആണ്. ഓക്കെ, റെഡ് കളർ ആണ്. റെഡ് കളർ കൊടുക്കാൻ കാരണം ഈസിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ ഫ്രം ദി സ്ട്രീറ്റ്, അതുകൊണ്ടാണ് റെഡ് കൊടുക്കുന്നത്. പിന്നെ പല ഡിപ്പാർട്ട്മെന്റുകളും അതിന്റെ അടുത്തായിരിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലെ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ലബോറട്ടറി. അതായത് പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അടുത്തായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ. ദെൻ ഇനി നമുക്ക് ഡിസൈൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, entrance to the emergency department should be sheltered to protect ambulance patients from the weather while unloading. നമ്മൾ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അതായത് ഷെൽട്ടേർഡ് ചെയ്തിരിക്കണം. അതിന്റെ എന്താ പറയാ, ഇപ്പോ മഴ പേഷ്യൻസിനെ നമ്മൾ ആംബുലൻസിൽ നിന്ന് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പേഷ്യന്റിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ അയാളെ ആ ഒരു ഏരിയയിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കാനായിട്ട്. അതായത് മഴയൊക്കെ ഭയങ്കരമായിട്ടുള്ള മഴയൊക്കെ മഴ പെയ്യുന്ന സമയമൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിലുള്ള സമയമൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മഞ്ഞുള്ള സമയത്തൊക്കെ ആണെങ്കിൽ പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു ഇതൊന്നും ഏൽക്കാനായിട്ട് പാടില്ല. ഇപ്പൊ വെയിലോ മഴയോ അതൊന്നും കൊള്ളാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു അതിന്റെ മേൽക്കൂര എന്ന് പറയുന്നത്, അതിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഷെൽട്ടർ ചെയ്തിരിക്കണം എന്നാണ് ആദ്യത്തേത് പറയുന്നത് കേട്ടോ. അതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് ഷെൽട്ടർ ചെയ്തിരിക്കുന്ന ഒന്നായിരിക്കണം ഇതിന്റെ എൻട്രൻസ്. ഓക്കെ. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് adequate reserved parking space for ambulance and cars of patient. അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റില് ആംബുലൻസുകളും കാറുകളും പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ടാകണം. കൂടുതലും പേഷ്യന്റ് അവിടെ വരുന്നത് നടന്നിട്ടായിരിക്കില്ല അല്ലെ, ഒന്നില്ലെങ്കിൽ ആംബുലൻസിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലായിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്കുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ. Then ramps for wheelchairs and pedestrian access in case of raised platform. Okay, നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഹോസ്പിറ്റലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോ വീൽ ചെയറിന് പോകാനും സ്ട്രെച്ചേഴ്സിന് പോകാനൊക്കെ എന്താണ് കൂടുതലായിട്ട് എന്തുണ്ടാകും, പ്രത്യേക ഒരു വഴി അവിടെ
അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അതായത് കുറച്ചും കൂടി ഉയർന്ന് താഴ്ന്നിട്ടുള്ള ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോം എവിടെ ഉണ്ടാവും, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. സാധാരണ സ്റ്റെപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പാത, പ്രത്യേകത വഴി അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഡിസൈനിൽ വരുന്നത്. അപ്പൊ ആദ്യത്തേത് പറഞ്ഞു ഷെൽട്ടറിംഗ് സംവിധാനം ഉണ്ടായിരിക്കും. രണ്ടാമത്തേത് ആംബുലൻസും മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ പോയിന്റില് സ്ട്രെച്ചേഴ്സ്, അതായത് അങ്ങനെയുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. നാലാമത്തേത് അങ്ങനെയുള്ളൊരു, അതായത് ഈ വീൽ ചെയർ ആയാലും സ്ട്രെച്ചേഴ്സ് ആയാലും കൊണ്ടുപോകാനുള്ള ഒരു വഴി, ആ ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഡിസൈൻ ക്ലിയർ ആയോ? Then major space determinants for planning. അതായത് എന്തൊക്കെ സംവിധാനങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാൻ പോകുന്നത് കേട്ടോ. ഫങ്ഷണൽ ഏരിയാസ്, അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷണൽ ഏരിയാസിൽ എന്തൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് ആദ്യം വരുന്നത് ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ് ആണ്. അതായത് എൻട്രൻസ് ഇപ്പൊ ആംബുലൻസിനായാലും അതുപോലെ തന്നെ അവിടെ വരുന്ന രോഗികൾക്കായാലും കൃത്യമായിട്ടൊരു എൻട്രൻസ്, ഒരു പ്രവേശന വഴി അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതാണ് ആദ്യത്തേത്. ദെൻ സെക്കൻഡ് വൺ റിസപ്ഷൻ, ട്രയാജ്, വെയിറ്റിംഗ് ഏരിയാസ്. നമ്മൾ ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ചെല്ലുമ്പോൾ അവിടെ റിസപ്ഷൻ ഏരിയ ഉണ്ടാവും അല്ലെ. പെട്ടെന്ന് നമ്മൾക്ക് എന്താണ് പറ്റുന്നത്, അതായത് ഒരു എന്താ പറയാ, നമ്മുടെ മെയിൻ OPD പോലെ, ഹോസ്പിറ്റലിലെ മെയിൻ OPD പോലെയുള്ള ഒരു ചെറിയൊരു റിസപ്ഷൻ ഏരിയ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ ട്രയാജ് എന്നത് പറഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. താഴത്തേതിൽ നമുക്ക് ട്രയാജിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ദെൻ വെയിറ്റിംഗ് ഏരിയാസ്, അതായത് പേഷ്യൻസിന്റെ ബന്ധുക്കളൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ. അതിന്റെ ഒരു സ്പേസ് അവിടെ ഉണ്ടാവുക. ദെൻ മൂന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറഞ്ഞാല് അവിടുത്തെ ഓഫീസ് വിഭാഗം പ്രവർത്തിക്കുന്നത്. ആ ഒരു ഡിപ്പാർട്ട്മെന്റില് സ്റ്റാഫുകളൊക്കെ, അതായത് ഫയലുകളും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഏരിയയാണത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ റെസിസിറ്റേഷൻ ഏരിയ. റെസിസിറ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ പുനരുജ്ജീവനം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആർക്കെങ്കിലും അറിയാമോ എന്താണ് റെസിസിറ്റേഷൻ ഏരിയ എന്നൊന്ന് കമന്റ് ചെയ്തേ. ആർക്കെങ്കിലും എന്തെങ്കിലും ഹോസ്പിറ്റലിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? റെസിസിറ്റേഷൻ ഏരിയ എന്താ അറിയാമോ? ഒന്ന് കമന്റ് ചെയ്യാമോ അറിയാമെങ്കിൽ? അറിയാമോ? അറിയില്ല റെസിസിറ്റേഷൻ ഏരിയ. റെസിസിറ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞാല് പുനരുജ്ജീവനം എന്നാണ് അർത്ഥം വരിക കേട്ടോ. പുനരുജ്ജീവനം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് എന്താണ് റെസിസിറ്റേഷൻ ഏരിയ എന്ന് ക്ലിയർ ആകും. അതായത് ഒരു പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കഴിഞ്ഞാല് ഇമ്മീഡിയറ്റ് ആയി കൊണ്ടുപോകുന്ന ഏരിയ ആണത് റെസിസിറ്റേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഒരു പേഷ്യന്റിനെ എന്താണ് എമർജൻസി ആയിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഏരിയ ആണത് റെസിസിറ്റേഷൻ ഏരിയ. അവിടെ നഴ്സിംഗ് കെയർ ഉണ്ടാകും, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഉണ്ടാകും, അതുകൂടാതെ രോഗിക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും റെസിസിറ്റേഷൻ ഏരിയയിൽ ഉണ്ടാകും. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോ സ്ട്രോക്ക് ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നെന്ന് വിചാരിക്കാം. അപ്പൊ അയാളുടെ കൂടെയുള്ള ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ അറിയില്ല ഇദ്ദേഹത്തിന് സ്ട്രോക്ക് ആണ് വന്നത്. കാരണം എന്താ, അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹം ബോധം കെട്ട് വീണത്. അപ്പൊ തുടങ്ങി ബോധം കെട്ട് വീഴുന്നു, ഇടക്കിടക്ക് ബോധം തെളിയുന്നു, പക്ഷെ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു, മുഖത്തിന്റെ ഒരു വശം കോടിപ്പോയിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു ധാരണയുണ്ട്. പെട്ടെന്ന് ഇത് വന്നുകൊണ്ട് നമുക്ക് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്താണ് ഇദ്ദേഹത്തിന് സംഭവിച്ചതെന്ന്. അങ്ങനെ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹത്തെ ആദ്യം എത്തിക്കുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം എത്തിക്കുന്നത് റെസിസിറ്റേഷൻ ഏരിയയിലാണ്. അവിടെ ഇദ്ദേഹത്തെ ഞാൻ പറഞ്ഞു, അവിടെ നഴ്സിംഗ് ടീം ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, എക്യുപ്മെന്റ്സ് ഉണ്ട് അല്ലെ. ഇവരെന്ത് ചെയ്യും? ആദ്യം രോഗി ഒന്ന് ചെക്ക് ചെയ്യും അല്ലെ. ഡോക്ടർ ആണെങ്കിൽ ഒന്ന് കൺസൾട്ട് ചെയ്യും. എന്താണ് ഒരു ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കില്ലേ രോഗിക്ക്, അങ്ങനെ ഒന്ന് നോക്കും. അങ്ങനെ നോക്കി കഴിഞ്ഞിട്ട്
അവിടെ വെച്ചിട്ട് ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്യാണ് ഇദ്ദേഹത്തിന്റെ സ്ട്രോക്കിന് ലക്ഷണങ്ങളാണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ അത് ഉറപ്പിച്ചിട്ടില്ല, സ്ട്രോക്ക് ആണെന്ന് ഉറപ്പിച്ചിട്ടില്ല. ഉറപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രോക്ക് വരുന്ന പേഷ്യൻസിന് സ്ട്രോക്ക് ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ MRI സജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ MRI സജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ എന്ത് ചെയ്യും? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന ഏരിയയാണത് റെസിസിറ്റേഷൻ ഏരിയ. അപ്പൊ സ്ട്രോക്ക് വന്ന പേഷ്യന്റ് ആണെങ്കിൽ ഡോക്ടേഴ്സ് അവിടെ വെച്ച് പറയാണ് പെട്ടെന്ന് തന്നെ MRI എടുക്കണം എന്ന് പറയാണ്. അങ്ങനെ MRI എടുക്കാനായിട്ട് സഡൻ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന ഏരിയയാണത് റെസിസിറ്റേഷൻ ഏരിയ. ഓക്കെ, ഇനി ആക്സിഡന്റ് ആയിട്ട്, ഇത് നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആക്സിഡന്റ് ആയിട്ട് ഒരു വ്യക്തിയെ കൊണ്ടുവന്നെന്ന് വിചാരിക്കാം. അദ്ദേഹത്തെയും എങ്ങോട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്? ആദ്യം റെസിസിറ്റേഷൻ ഏരിയയിലാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ആ ബ്ലഡും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം എന്താണ്, പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സ് തീരുമാനം എടുക്കുകയാണ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. എങ്ങോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് തീരുമാനിക്കാൻ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ആക്സിഡന്റ് ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണ്, അപ്പൊ എങ്ങോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്? അതെ, ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ലോജിക് ഉപയോഗിച്ച് ഗസ് ചെയ്യാലോ. ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്നതാണ്, പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും അദ്ദേഹത്തെ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണല്ലോ നമ്മൾ ഇദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. ICUലാണോ ആക്സിഡന്റ് ആയിട്ട് വന്ന പേഷ്യൻസിന്? ICUലാണോ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക? നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലാണ് അദ്ദേഹത്തെ ഷിഫ്റ്റ് ചെയ്യുക കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിൽ ആക്സിഡന്റ് ആണ്, തലക്കൊക്കെ ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് വേണം? നമുക്ക് സർജറി വേണമല്ലേ പേഷ്യന്റിന്. അതുകൊണ്ട് എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്യാം? അദ്ദേഹത്തെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി വേറൊരു പേഷ്യന്റ് നെഞ്ചുവേദനയായിട്ടാണ് വന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, നെഞ്ചുവേദനയായിട്ട് വന്നെന്ന് വിചാരിക്കാം. അദ്ദേഹത്തിന് എന്താ പറയാ, കാർഡിയാക് അറസ്റ്റിന്റെ എന്താ പറയാ സിംറ്റംസോട് കൂടിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അല്ലെ. അപ്പോ അദ്ദേഹത്തിനെ എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്യാം? നമ്മള് ECG എടുക്കാൻ. ECG എടുക്കാനാണോ ഷിഫ്റ്റ് ചെയ്യാം? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക കേട്ടോ. ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, എലവേറ്റേഴ്സ് നമുക്ക് അത്യാവശ്യമാണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് എലവേറ്റേഴ്സ് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ്, അതായത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് സഹായം നമുക്ക് ആവശ്യമാണെങ്കിൽ ഈ രോഗി എത്രയും പെട്ടെന്ന് മുകൾ നിലയിൽ എത്തിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ. ഇപ്പൊ കാർഡിയോളജി മുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ എങ്ങോട്ട് എത്തിക്കണം? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കണം. അപ്പോ ഇങ്ങനെയുള്ള സഡൻ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ഏരിയയാണത് ഈ ഒരു റെസിസിറ്റേഷൻ ഏരിയ. രോഗിയെ അതായത് കണ്ടീഷൻ അനുസരിച്ച് ഏത് ട്രീറ്റ്മെന്റ് ആണ് രോഗിക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് സർജറി ആവാം, അല്ലെങ്കിൽ MRI ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ്. ക്ലിയർ ആണോ? റെസിസിറ്റേഷൻ ഏരിയ ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്താണെന്ന് നോക്കാം. അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഓഫ് നോൺ ആംബുലന്റ് പേഷ്യൻസ്. ഓക്കെ, അതായത് ആംബുലൻസിൽ അല്ലാതെ വരുന്ന പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. ചിലർക്ക് എന്താ പറയാ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ ചിലപ്പോൾ ആവശ്യമായിട്ട് വരാം. എന്നാലും ആംബുലൻസിൽ വരാത്ത പേഷ്യൻസ് ഉണ്ട്, അപ്പൊ നടക്കാനൊക്കെ സാധിക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അവരെ കൊണ്ടുപോകുന്ന ഏരിയയാണിത് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ കേട്ടോ. അധികം എന്താ പറയാ, അവർക്ക് കെയർ വേണം, എന്നിരുന്നാലും ഭയങ്കര ക്രിട്ടിക്കൽ ആവില്ല ചിലപ്പോ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുപോകുന്ന ഏരിയയാണിത് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ. ഓക്കെ, നോൺ ആംബുലന്റ് പേഷ്യൻസ് എന്ന് തന്നെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ അത്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് കൺസൾട്ടേഷൻ ഏരിയ ആണ്. അതായത് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, കൺസൾട്ടേഷൻ നടത്തുന്ന ഏരിയ ആണ് കൺസൾട്ടേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ വരുന്ന പേഷ്യൻസിനെ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നു. ചില പേഷ്യന്റ് നോൺ ആംബുലന്റ് പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നേരെ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ റൂമിൽ പോകാം, എന്നിട്ട് എന്ത് ചെയ്യാം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഓക്കെ, ഡോക്ടേഴ്സ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഡിഗ്രി എടുത്തിട്ടുള്ള MBBS എടുത്തിട്ടുള്ള ആളുകളാണ് ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൺസൾട്ടേഷൻ നടത്തുന്നത്. അതിന് പ്രത്യേകമായിട്ട് പഠിക്കണം നമ്മൾ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എന്താ പറയാ ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ. ഓക്കെ,
അടുത്തത് സ്റ്റാഫ് വർക്കിംഗ് സ്റ്റേഷൻ ആണ്. സ്റ്റാഫ് വർക്കിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അവിടെയുള്ള പേഷ്യൻസ്, നഴ്സുമാര് അങ്ങനെയുള്ള അവരൊക്കെ എന്താണ് ഇരിക്കുന്ന ഒരു ഏരിയ ആണത് സ്റ്റാഫ് വർക്കിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ നഴ്സിംഗ് സ്റ്റേഷൻ പോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ കൂടി ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, അപ്പോ ഒന്നും കൂടി നോക്കാം എന്തൊക്കെ ഏരിയ ആണ് വരുന്നത്. ഫങ്ഷണൽ ഏരിയാസിൽ ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്, കൂടാതെ റിസപ്ഷൻ, ട്രയാജ്, വെയിറ്റിംഗ് ഏരിയാസ്. ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ് എന്ന് പറയുമ്പോൾ ആംബുലൻസിനും മറ്റു വാഹനങ്ങൾക്കൊക്കെ വരാനുള്ള എന്താ പറയുക എൻട്രൻസ് എന്നാ പറയാ. റിസപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലുകളിലും റിസപ്ഷൻ ഉണ്ട് അല്ലെ. അതായത് നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് നമുക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, നമുക്ക് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ തരുന്നതാണ് എന്ത് ആ റിസപ്ഷൻ അല്ലെങ്കിൽ വെയിറ്റിംഗ് ഏരിയാസിൽ വരുന്നത്. ഓക്കെ, പിന്നെ പേഷ്യന്റ് ബന്ധുക്കളൊക്കെ എന്താണ് കൂടുതലായിട്ട് ഇരിക്കും ആ ഒരു ഏരിയയിൽ, വെയിറ്റിംഗ് ഏരിയാസിൽ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത് ഓഫീസ് കാര്യങ്ങളും മറ്റും കൈകാര്യം ചെയ്യുന്നത്. റിസസിറ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞാല് പുനരുജ്ജീവനം എന്നാണ് അർത്ഥമാക്കുന്നത്. പിന്നെ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, നോൺ ആംബുലൻസ് പേഷ്യന്റിന് വേണ്ടിയിട്ട്. ദെൻ കൺസൾട്ടേഷൻ ഏരിയ, സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ. ഓക്കെ, ട്രയാജ് ഞാൻ പറയാം, ട്രയാജ് വരുന്നുണ്ട്, അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് വിട്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് താഴെ ട്രയാജ് എന്താണെന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് അതർ ഏരിയാസിൽ നോക്കാം. അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റ് ഏരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊസീജിയർ റൂം ആണ്. ഓക്കെ, പ്രൊസീജിയർ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഡ്രസ്സിംഗ് റൂമിനെയാണ് നമ്മള് പ്രൊസീജിയർ റൂമായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. ഓക്കെ, പേഷ്യന്റിന് എന്തെങ്കിലും മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാൻഡേജ് ചെയ്യുന്നത്, പിന്നെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന റൂമാണ് പ്രൊസീജിയർ റൂം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് പ്ലാസ്റ്റർ റൂമാണ്. പ്ലാസ്റ്റർ റൂം എന്താണ് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഇപ്പൊ എന്തെങ്കിലും ഒടിവോ ചതവോ അല്ലെങ്കിൽ പൊട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യും? പ്ലാസ്റ്റർ ചെയ്യും അല്ലെ. അപ്പൊ പ്ലാസ്റ്റർ ചെയ്യുന്ന റൂമാണത് പ്ലാസ്റ്റർ റൂം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫാർമസി, ഡ്രഗ് പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം മരുന്നുകൾ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പ്രത്യേക ഫാർമസി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡ്രഗ് പ്രിപ്പറേഷൻ, അതായത് മരുന്നുകളുടെ സ്റ്റോക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഒരു മരുന്ന് കൊടുക്കുന്ന ഒരു പ്രത്യേക സ്ഥലം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ പ്രൊസീജിയർ റൂം പറഞ്ഞു, പ്ലാസ്റ്റർ റൂം പറഞ്ഞു, ഫാർമസി, ഡ്രഗ് പ്രിപ്പറേഷൻ കൂടി പറഞ്ഞു. ഇനി നാലാമത്തത് ഐസൊലേഷൻ റൂമാണ്. ഓക്കെ, ഐസൊലേഷൻ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആളുകളെ, പേഷ്യൻസിനെ പ്രത്യേകം പാർപ്പിക്കുന്ന മുറികളാണ് അല്ലെ. ഇപ്പൊ നിപ്പ പോലുള്ള രോഗങ്ങള്, കൊറോണ പോലുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരെ അതായത് മറ്റാരുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് ഇല്ലത്തക്ക രീതിയിൽ എന്ത് ചെയ്യും? അവർക്ക് വേറൊരു റൂം കൊടുക്കും അല്ലെ. അതാണ് എന്ത് ഐസൊലേഷൻ റൂംസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡീകണ്ടാമിനേഷൻ ഏരിയ. ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് പറഞ്ഞാല് അണുവിമുക്തമാക്കൽ പ്രദേശങ്ങൾ. നോട്ട് ചെയ്യാട്ടോന്ന്, അണുവിമുക്തമാക്കൽ പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഒരു ഫാക്ടറിയില് കെമിക്കൽ എക്സ്പ്ലോഷൻ ഉണ്ടായെന്ന് വിചാരിക്കാം. അവിടെയുള്ള തൊഴിലാളികളെ എങ്ങോട്ടാ കൊണ്ടുവരിക? ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കൊണ്ടുവരിക അല്ലെ. ഓക്കെ, അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യും? ആദ്യം തന്നെ റിസസിറ്റേഷൻ ഏരിയയിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് ആദ്യം എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അവിടെ നിന്ന് ഡീകണ്ടാമിനേഷൻ ഏരിയയിലായിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടായിരിക്കും കൊണ്ടുപോകുന്നത്? കെമിക്കൽ എക്സ്പ്ലോഷൻ ആണ് നേരിട്ടത് പേഷ്യന്റിന്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും കൊണ്ടുപോകുന്നത് ഡീകണ്ടാമിനേഷൻ ഏരിയയിലേക്ക്? ഒന്ന് കമന്റ് ചെയ്തേ, എന്തുകൊണ്ടായിരിക്കും കൊണ്ടുപോകുന്നത് ഡീകണ്ടാമിനേഷൻ ഏരിയയില്? അറിയില്ല. ഓക്കെ, അതായത് ഈ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് പേഷ്യന്റിന്റെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന കെമിക്കൽസ് നമുക്ക് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം അല്ലെ. അപ്പൊ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഡീകണ്ടാമിനേഷൻ ഏരിയയിലാണ്.
ഇങ്ങനെയുള്ള അതായത് ഇതൊക്കെ എന്താണ് വല്ലപ്പോഴും ഉണ്ടാവുകയുള്ളൂ അല്ലെ ഈ അതായത് എപ്പോഴും നമുക്ക് യൂഷ്വൽ ആയിട്ട് ഇത് കാണാൻ സാധിക്കില്ല. എപ്പോഴും എന്താണ് വല്ലപ്പോഴും ഒക്കെയാണ് ഇങ്ങനെയുള്ള എക്സ്പ്ലോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാല് പേഷ്യന്റിന്റെ ബോഡിയിലുള്ള കെമിക്കൽസ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് പേഷ്യൻസിന് എന്ത് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഡീകണ്ടാമിനേഷൻ ഏരിയയിൽ കൊണ്ടുപോയിട്ട് ആ കെമിക്കൽസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷമാണ് പേഷ്യന്റിനെ പിന്നീട് വേറൊരു ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ സ്റ്റോറേജ്, അതായത് ഹോസ്പിറ്റലിലുള്ള എക്യുപ്മെന്റ്സും മറ്റും സ്റ്റോർ ചെയ്യുന്ന ഏരിയയാണെന്ത് സ്റ്റോറേജ് വരുന്നത് കേട്ടോ. അത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമ്മളിപ്പോ എന്ത് എന്താ പറയാ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും ആ ഒരു സ്റ്റോറേജ് റൂമിലാണ് എന്ത് വരിക ഈ ഒരു കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ക്ലീൻ ആൻഡ് ഡെഡി യൂട്ടിലിറ്റി, അതായത് എന്താ പറയാ ഇതിനകത്ത് തന്നെ അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വൃത്തിയുള്ള സ്ഥലങ്ങളുണ്ട്, വൃത്തിയില്ലാത്ത സ്ഥലങ്ങളുണ്ട്, രണ്ട് സ്ഥലങ്ങളുണ്ട് അല്ലെ. വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാം, അതായത് പേഷ്യന്റിന് ഉപയോഗിക്കുന്ന അതായത് നല്ല ഫ്രഷ് ആയിപ്പോ കോട്ടൺ പോലുള്ള കാര്യങ്ങള്, അതുപോലെ ന്യൂ ആയിട്ടുള്ള സിറഞ്ചുകള്, സൂചികള്, അങ്ങനെയുള്ള ഇതുവരെ ഉപയോഗിക്കാത്തതായിട്ടുള്ള അതായത് പേഷ്യന്റ് വരുമ്പോൾ മാത്രം എടുക്കാനായിട്ട് വെച്ചിട്ടുള്ള സാധനങ്ങൾ എന്താണ് സൂക്ഷിച്ചു വെക്കുന്ന ഏരിയയാണത് ക്ലീൻ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഡെഡി യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാല് പേഷ്യന്റ് ഉപയോഗിച്ചു കഴിഞ്ഞ സാധനങ്ങള് എന്ത് ചെയ്യുന്നു സ്റ്റോർ ചെയ്യുന്ന ഏരിയ. ഓക്കെ, ഇപ്പൊ പേഷ്യന്റ് ഉപയോഗിച്ച് പഞ്ഞി, പേഷ്യന്റ് ഉപയോഗിച്ച് സിറഞ്ച്, സൂചി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യില്ല, വീണ്ടും അത് തന്നെ രണ്ടാമതൊരാൾക്ക് നമ്മൾ കൊടുക്കില്ല അല്ലെ. അതെന്ത് ചെയ്യും നമ്മളത് കളയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതൊക്കെ പേഷ്യന്റ് ഉപയോഗിച്ച ശേഷം ഉള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നു സ്റ്റോർ ചെയ്യുന്നതാണത് ഡെഡി യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് പേഷ്യന്റ് ഇതുവരെ ഉപയോഗിക്കാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു സ്റ്റോർ ചെയ്ത് വെക്കുന്നു. രണ്ടാമത്തേത് ഉപയോഗിച്ച വസ്തുക്കള് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ദെൻ ലിനൻ റൂം. ലിനൻ റൂം എന്ന് പറഞ്ഞാല് പേഷ്യന്റ് വരുമ്പോൾ അവർക്ക് ഉപയോഗിക്കേണ്ട ബെഡ്ഷീറ്റ്, പില്ലോ കവറ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു സൂക്ഷിച്ചു വെക്കുന്ന റൂമാണെന്ത് ലിനൻ റൂം എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ മൊബൈൽ എക്യുപ്മെന്റ്സ് വേസ്റ്റ് ലൈക്ക് ട്രോളി, വീൽ ചെയർ എക്സെട്ര. പിന്നെ ആ ഒരു ഇതിൽ വരുന്നത് ഇപ്പോ എന്താ പറയാ അതായത് നമുക്ക് തള്ളിക്കൊണ്ട് പോകാൻ തക്ക രീതിയിലുള്ള ട്രോളികള്, വീൽ ചെയറുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഏരിയ. ദെൻ മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് ബെഡ്, അതുപോലെ തന്നെ പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേ, ഇപ്പൊ രോഗിയുടെ അടുത്ത് ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം എക്സ്റേ എടുക്കാം അല്ലെ. അപ്പൊ പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേകളും മറ്റും സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഏരിയ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട്. ദെൻ ക്ലീനേഴ്സ് റൂം. ക്ലീനേഴ്സ് റൂം എന്ന് പറഞ്ഞാല് നമ്മൾ പ്രൊസീജിയേഴ്സിന് ശേഷം ഡിസിൻഫെക്ട് ചെയ്യുന്ന ഏരിയ. ഞാൻ ആദ്യം പറഞ്ഞല്ലേ പേഷ്യന്റ് കുറെ കാര്യങ്ങളുണ്ട് അല്ലെ, പേഷ്യന്റ് ഉപയോഗിച്ച വസ്തുക്കൾ ഉണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്തതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അതാണ് ഡെഡി യൂട്ടിലിറ്റി. ഇനി അതിനുശേഷം ഇതൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും ഡിസിൻഫെക്ട് ചെയ്യും അല്ലെ. അതിന് വേണ്ടിയിട്ട് ക്ലീനേഴ്സ് റൂം കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതർ ഏരിയാസിൽ വരുന്നത്. ഫസ്റ്റ് പ്രൊസീജിയർ റൂം, സെക്കൻഡ് പ്ലാസ്റ്റർ റൂം, തേർഡ് ഫാർമസി ഡ്രഗ് പ്രിപ്പറേഷൻ, fourth isolation room, then decontamination areas, storage, clean and dirty utility, linen room, mobile equipment bay like a trolley, wheelchair, etc. Mobile X-ray equipment bay, then cleaners room. Okay, clear ആണോ? മനസ്സിലായില്ല? ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഡീകണ്ടാമിനേഷൻ ഏരിയ ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാവുന്നത് എപ്പോഴും. ഓക്കെ, ദെൻ നമുക്ക് പേഷ്യന്റിന്റെ ഫ്ലോ നോക്കാം. അപ്പൊ എല്ലാവരും ട്രയാജ് ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് ട്രയാജ് ഞാൻ അവിടെ നിർത്തിയിരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ട്രയാജിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് കേട്ടോ. ദെൻ ട്രയാജ് നോക്കാം. എന്താണ് ട്രയാജ്? ഓക്കെ, മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് ബേ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അറിയാലോ, അതായത് ഈ പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേ യൂസ് ചെയ്യണ്ടല്ലോ, പേഷ്യന്റ് അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്റേ എടുക്കാം, നമുക്ക് USG എടുക്കാം, അങ്ങനെയുള്ള സൗകര്യങ്ങളുള്ള മെഷീൻസ് ഉണ്ട്. ആ എക്യുപ്മെന്റുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഏരിയ ആണ്.
ഒരു ഏരിയ ഉണ്ട് അവിടെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെയുള്ള ഒരു ഏരിയ ഉണ്ട്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ. ലിനൻ റൂം എന്ന് പറഞ്ഞാല് പേഷ്യന്റ് ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകള്, പില്ലോ കവറുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഏരിയ. ഓക്കെ. Triage. All patients should be triaged through a single point. Aim of triage is to sort patients for providing optimum care consistent with their medical need and ensuring efficient utilization of available resources. അതായത് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കഴിഞ്ഞാല് ട്രയാജ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ട്രയാജ് കേട്ടോ. വലിയൊരു ബോർഡില് ഒരു ഫ്ലെക്സ് പോലെ അവരവിടെ കൊടുത്തിട്ടുണ്ടാവും. ചില ഹോസ്പിറ്റലാണ് കാണാനായിട്ട് സാധിക്കുക, ചില ഹോസ്പിറ്റലിൽ അങ്ങനെ എഴുതിയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. വലിയൊരു എന്താ പറയാ ഫ്ലെക്സ് അവിടെ വെച്ചിട്ടുണ്ടാവും, അവിടെ ട്രയാജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ട്രയാജ് എന്ന് പറഞ്ഞാല് പേഷ്യന്റിനെ സോർട്ട് ചെയ്യുന്നതാണ്. പേഷ്യന്റിനെ സോർട്ട് ചെയ്യുക മീൻസ് പേഷ്യന്റിനെ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ തരംതിരിക്കുക. ഓക്കെ, അതാണ് ട്രയാജിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ട്രയാജ് എന്ന് പറയുന്ന ഒരു ഇത് ഹോസ്പിറ്റലുകളിൽ നടപ്പിലാക്കുന്നത്? അതായത് അവിടെ വരുന്ന പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്രയാജ് സംവിധാനം ഹോസ്പിറ്റലുകളിൽ നടപ്പില് വരുത്തുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഒരു പല പല പേഷ്യൻസും വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയാലും സാധാരണ ഹോസ്പിറ്റൽ ആയാലും എന്താണ് പല പല പേഷ്യന്റും വരുന്നുണ്ട്. ഇങ്ങനെ പേഷ്യന്റ് വരുമ്പോൾ ആദ്യം ആർക്കാണ് കെയർ കൊടുക്കേണ്ടത്? ഓക്കെ, രണ്ടാമത് ആർക്കാണ് കെയർ കൊടുക്കേണ്ടത്? മൂന്നാമത് ആർക്കാണ് കെയർ കൊടുക്കേണ്ടത്? നാലാമത് ആർക്കാണ് കെയർ കൊടുക്കേണ്ടത് എന്ന് ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രയോറിറ്റി ആണ് ട്രയേജ് കേട്ടോ. ഓക്കെ, ഇപ്പൊ കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരു പേഷ്യന്റ് വരികയാണ്, അതിന് പുറമെ വയറുവേദനയായിട്ട് ഒരു പേഷ്യന്റ് വരികയാണ്. രണ്ടുപേരും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്. ആർക്കായിരിക്കും ആദ്യം കെയർ കൊടുക്കുക? നിങ്ങളൊന്ന് കമന്റ് ചെയ്ത്, ആർക്കായിരിക്കും ആദ്യം കെയർ കൊടുക്കുന്നത്? ആർക്കായിരിക്കും? കാർഡിയാക് അറസ്റ്റുമായി വരുന്ന പേഷ്യന്റിനാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്തവിടെ കൊടുക്കണം? നമുക്ക് ട്രയേജ് എന്ന് പറയുന്ന സിസ്റ്റം നടപ്പിലാക്കിയാലാണ് കാർഡിയാക് അറസ്റ്റ് ഉള്ള പേഷ്യന്റിനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാനായിട്ട് സാധിക്കും. ട്രയാജ് സംവിധാനം ഹോസ്പിറ്റലിൽ നിലവിലില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ചിലപ്പോ വയറുവേദനയായിട്ടുള്ള പേഷ്യന്റിനെ ആയിരിക്കും നമ്മൾ ആദ്യം കൊണ്ടുപോകുന്നത്. കാർഡിയാക് അറസ്റ്റ് വരുന്ന പേഷ്യന്റ് അവിടെ തന്നെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സ്ഥിതി വരും. അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലുകളിൽ എന്ത് നടപ്പിലാക്കുന്നത്? ട്രയേജ് നടപ്പിലാക്കുന്നത് കേട്ടോ. അപ്പൊ പേഷ്യന്റിനെ സോർട്ട് ചെയ്യുന്നു, പേഷ്യന്റിനെ ഡിവൈഡ് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കേണ്ടവർക്ക് പ്രയോറിറ്റി നൽകുന്നതാണത് ട്രയേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ എന്താണ് ട്രയേജ് എന്ന്? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ നമ്മള് ട്രയേജ് പല ഹോസ്പിറ്റലുകളിലും പല രീതിയിലാണ് നടപ്പിലാക്കുന്നത്. എല്ലാ ഹോസ്പിറ്റലുകളിലും ഞാൻ ഇനി പറയാൻ പോകുന്ന ബേസിലായിരിക്കില്ല നടത്തുന്നത്. എന്നാലും ഓവറോൾ എന്താ പറയാ മെജോറിറ്റി ഹോസ്പിറ്റലുകളിലും ഈ ഒരു ട്രയാജ് സംവിധാനം തന്നെയാണ് പിന്തുടരുന്നത്. ചിലതില് വ്യത്യാസം ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ട് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നീ ശ്രദ്ധിച്ചിരിക്കാം, നമ്മുടെ നോട്ടിൽ ഈ കാര്യമില്ല. ട്രയേജിനെ നമുക്ക് 4 രീതിയിൽ തരംതിരിക്കാം. ഓക്കെ, 4ആയിട്ട് എന്ത് ചെയ്യാം? ട്രയേജിനെ നമുക്ക് സോർട്ട് ചെയ്യാം. അതിനകത്ത് ആദ്യത്തേതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അല്ലെ, മുൻഗണന അടിസ്ഥാനത്തിലാണ് അല്ലെ, പ്രയോറിറ്റി ബേസിലാണ് ട്രയേജ് നടപ്പിലാക്കുന്നത്. അപ്പോ ആദ്യത്തെ നമുക്ക് ട്രയേജിനെ പ്രയോറിറ്റി 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തതിനെ പ്രയോറിറ്റി 2 എന്ന് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത്തതിനെ പ്രയോറിറ്റി 3 എന്ന് കൊടുക്കാം.
ഓക്കെ, അപ്പൊ നാലാമത്തത് എന്ത് വരും? പ്രയോറിറ്റി 4 എന്ന് വരും അല്ലെ. ട്രയേജിനെ നമ്മള് 4 പ്രയോറിറ്റികളായിട്ട് ഞാനിപ്പോ തിരിച്ചു. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ പറഞ്ഞത്? എത്ര പ്രയോറിറ്റിയാണ്? 4 പ്രയോറിറ്റി. ഓക്കെ, ഇനി പ്രയോറിറ്റി 1 എന്ന് പറയുന്നത് ഓക്കെ റെഡ് കാറ്റഗറിയാണ്. ഓക്കെ, റെഡ് ആണ് കാറ്റഗറി കൊടുത്തിരിക്കുന്നത് കേട്ടോ, റെഡ്. ഓക്കെ, ഈ റെഡ് കാറ്റഗറിയിൽ വരുന്ന പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, പിന്നെ അവർക്ക് കൊടുക്കുന്ന കെയർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡിനുള്ളിലായിരിക്കണം? വിത്തിൻ 0 സെക്കൻഡ് അല്ല, വിത്തിൻ 0 മിനിറ്റ് കേട്ടോ, സമയം പറയുന്നുണ്ട്. വിത്തിൻ 0 മിനിറ്റിനുള്ളിൽ എന്ത് കൊടുത്തിരിക്കണം? അവർക്ക് കെയർ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. കാർഡിയാക് അറസ്റ്റുമായിട്ട് വരുന്ന പേഷ്യന്റ് എന്ന് പറയുന്നത് റെഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. അവർക്ക് എന്താണ്? ഇമ്മീഡിയറ്റ് കെയർ നമ്മൾ കൊടുക്കണം അല്ലെ. ഓക്കെ, അപ്പോ ഞാനിപ്പോ എത്ര കാര്യങ്ങൾ പറഞ്ഞു? പ്രയോറിറ്റി 1 പറഞ്ഞു അല്ലെ, അത് റെഡ് കാറ്റഗറി ആണ്. ദെൻ ഇമ്മീഡിയറ്റ് കെയർ ആണ് അവർക്ക് വേണ്ടത്. ദെൻ വിത്തിൻ 0 മിനിറ്റിനുള്ളിൽ എന്ത് കൊടുത്തിരിക്കണം? അവർക്ക് കെയർ നമ്മൾ കൊടുത്തിരിക്കണം. ഞാൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം കാർഡിയാക് അറസ്റ്റ്. ക്ലിയർ ആയോ? നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ? ഇത് നോട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി സെക്കൻഡ് വൺ നമ്മൾ എന്താ പറഞ്ഞത്? പ്രയോറിറ്റി 2 ആണല്ലേ പറഞ്ഞത്. പ്രയോറിറ്റി 2 എന്ന് പറയുന്നത് കളർ എന്ന് പറയുന്നത് യെല്ലോ കാറ്റഗറിയാണ്. ഓക്കെ, മഞ്ഞ കളർ കേട്ടോ, യെല്ലോ കാറ്റഗറിയാണ് വരിക. ഓക്കെ, അതായത് ഇതിനകത്ത് കെയർ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് കെയർ തന്നെയാണ്. ഫസ്റ്റത്തേലും എന്താ പറയാ, ആദ്യം പ്രയോറിറ്റി ഫസ്റ്റിനാ കൊടുക്കുക. കാർഡിയാക് അറസ്റ്റ് വരുന്ന പേഷ്യന്റ് ആണ് ആദ്യം കൊടുക്കുക. ദെൻ രണ്ടാമത്തത് യെല്ലോ കാറ്റഗറിയാണ്. അതും എന്ത് തന്നെയാണ്? ഇമ്മീഡിയറ്റ് കെയർ ആണ് വേണ്ടി വരുന്നത്. എന്നാലും ആദ്യത്തേതിന്റെ തട്ടിൽ നിന്ന് എന്താണ് കുറച്ചുകൂടി എന്താണ് താന്നിരിക്കുന്നു. എന്നാൽ ആദ്യത്തേതിന്റെ അത്രയും എന്ത് വേണ്ട, ആദ്യത്തെ പേഷ്യന്റ് നോക്കി കഴിഞ്ഞിട്ട് മതി ഈ പേഷ്യന്റിനെ നോക്കാനായിട്ട് കേട്ടോ. എന്നിരുന്നാലും ഇമ്മീഡിയറ്റ് കെയർ തന്നെയാണ് ഈ പേഷ്യന്റ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ യെല്ലോ കാറ്റഗറി ഇതും ഇമ്മീഡിയറ്റ് കെയർ ആണ്. ഇതിന്റെ ടൈം എന്ന് പറയുന്നത് വിത്തിൻ 1 മിനിറ്റ് കേട്ടോ, വിത്തിൻ 1 മിനിറ്റ്. ഓക്കെ, 1 മിനിറ്റിനുള്ളിൽ എന്ത് കൊടുത്തിരിക്കണം? കെയർ കൊടുത്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് എന്ത് കൊടുക്കാം? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഞാൻ ആദ്യം പറഞ്ഞു കാർഡിയാക് അറസ്റ്റ് ആണെന്നല്ലേ. രണ്ടാമത്തെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എന്ത് കൊടുക്കാൻ പറ്റും? ഇമ്മീഡിയറ്റ് കെയർ തന്നെ വേണം അല്ലെ. അപ്പൊ ഏത് വിഭാഗത്തിൽ അവരെ പെടുത്താൻ പറ്റും? ഏതൊക്കെ അസുഖങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷനുമായിട്ടായിരിക്കും പേഷ്യന്റ് എവിടെ വരുന്നത്? പറയാൻ പറ്റുന്നില്ലേ? ആക്സിഡന്റ് കേട്ടോ, സനു മാത്യു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്സിഡന്റ് ആയിട്ട് വരുന്ന പേഷ്യൻസിനെ ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? യെല്ലോ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. സീരിയസ് ഇഞ്ചുറീസ്, ആക്സിഡന്റ്. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് യെല്ലോ കാറ്റഗറിയിൽ പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ പ്രയോറിറ്റി 2 യെല്ലോ കാറ്റഗറി, ഇമ്മീഡിയറ്റ് കെയർ വിത്തിൻ 1 മിനിറ്റ്. ദെൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആക്സിഡന്റ്. ദെൻ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പ്രയോറിറ്റി 3 ആണ് അല്ലെ. അതെന്ന് പറഞ്ഞാല് ഗ്രീൻ കാറ്റഗറിയാണ്, പച്ച. ഓക്കെ, ഗ്രീൻ കാറ്റഗറിയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് അർജന്റ് കെയർ ആണ്. ഓക്കെ, ആദ്യത്തേതിൽ നിന്നും രണ്ടാമത്തേതിൽ നിന്നും എന്താണ് കുറച്ചും കൂടി കെയർ കുറഞ്ഞതാണ്. കെയർ കൊടുക്കണം നമ്മള്, പക്ഷെ ആദ്യത്തെ പ്രയോറിറ്റി 1-നേക്കാളും 2-നേക്കാളും എന്ത് ചെയ്താൽ മതി? കുറച്ചും കൂടി നേരം പിടിച്ചിട്ടായാലും എന്ത് ചെയ്താൽ മതി? ഇവർക്ക് വേണ്ടിയിട്ടുള്ള കെയർ നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, അർജന്റ് കെയർ തന്നെയാണ് എന്തിൽ വരുന്നത്? പ്രയോറിറ്റി 3-ല് വരുന്നത്. ഓക്കെ, ഇനി ഇവരുടെ സമയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? സമയം ഇവരുടെ നമ്മൾ ആദ്യം പറഞ്ഞു 0 മിനിറ്റ് അല്ലെ.
രണ്ടാമത്തേത് പറഞ്ഞു 1 മിനിറ്റ്. അപ്പൊ ഇവർക്ക് എത്രയായിരിക്കും വരുന്നത്? എത്രയായിരിക്കും? നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് എത്രയായിരിക്കും സമയം വരിക? അല്ല, 2 അല്ല കേട്ടോ, 2 മിനിറ്റ് അല്ല. അർജന്റ് കെയർ തന്നെ വേണം, പക്ഷെ ആദ്യത്തേതിൽ നിന്നും രണ്ടാമത്തേതിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എത്രയാ പറയാ? 30 മിനിറ്റ് ആണ് കേട്ടോ. അരമണിക്കൂറിനുള്ളിൽ എന്ത് കൊടുത്താൽ മതി? ഇവർക്ക് നമ്മൾക്ക് കെയർ കൊടുത്താൽ മതി കേട്ടോ. അരമണിക്കൂറാണ്, അർജന്റ് കെയർ ആണ്. എന്നിരുന്നാലും എന്ത് ചെയ്താൽ മതി? അരമണിക്കൂറിനുള്ളിൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. വിത്തിൻ 30 മിനിറ്റ്. ഓക്കെ. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, അതായത് ചെസ്റ്റ് പെയിൻ പറയാം, അല്ലെങ്കിൽ അബ്ഡോമിനൽ പെയിൻ, വയറുവേദന, അല്ലെങ്കിൽ നെഞ്ചുവേദന, കാർഡിയക് അറസ്റ്റ് അല്ലാത്ത നെഞ്ചുവേദന. അത് പ്രത്യേകം അവിടെ മെൻഷൻ ചെയ്യുക കേട്ടോ. കാർഡിയക് അറസ്റ്റ് അല്ലാത്ത നെഞ്ചുവേദന, 2 നെഞ്ചുവേദന നമ്മൾ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോ ആ ഒരു നെഞ്ചുവേദന, ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത് കാർഡിയക് അറസ്റ്റ് അല്ലാത്തത്. അതുപോലെ തന്നെ അബ്ഡോമിനൽ പെയിൻ, വയറുവേദനയും നമുക്ക് ഇതിനകത്ത് പെടുത്താവുന്നതാണ്. ഓക്കെ. അപ്പോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചെസ്റ്റ് പെയിൻ ഓർ അബ്ഡോമിനൽ പെയിൻ പ്രയോറിറ്റി 3യിലാണ് വരുന്നത്. വിത്തിൻ 30 മിനിറ്റ് ആണ്, അർജന്റ് കെയർ ആണ്. ഓക്കെ. ദെൻ അടുത്തത് വരുന്നത് ബ്ലാക്ക് കാറ്റഗറിയാണ്. പ്രയോറിറ്റി 4 ആണ്, ബ്ലാക്ക് കാറ്റഗറിയാണ് വരിക. ഓക്കെ. ബ്ലാക്ക് കാറ്റഗറിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ബ്ലാക്ക് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് അർജന്റ് വരിക. 3ന്റെ അത്രയും എന്ത് ചെയ്യണ്ട, നമ്മൾക്ക് ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. അർജന്റ്, ലെസ് അർജന്റ് ആണ്. ഈ പേഷ്യൻസിനെ നമ്മൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ലെസ് അർജന്റ് ആണ്. ഇനി ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് വിത്തിൻ 60 മിനിറ്റ്. ഓക്കെ, അതായത് 1 മണിക്കൂറിൽ എന്ത് ചെയ്താൽ മതി? ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ മതിയാകും. ഓക്കെ, വിത്തിൻ 60 മിനിറ്റ്, 1 മണിക്കൂറിനുള്ളിൽ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത് മൈൽഡ് ആയിട്ടുള്ള ഹെഡ് ഏക്ക്, തലവേദന, ഇപ്പൊ മൈഗ്രെയിൻ പോലുള്ള തലവേദനകളൊക്കെ നമുക്ക് എന്തിൽ പെടുത്താം? ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. ഓക്കെ, മൈൽഡ് ആയിട്ടുള്ള ഹെഡ് ഏക്ക്. പിന്നെ ഈ പേഷ്യൻസിനെ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഒന്നും കൂടി പറയാം, കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി പറയുന്നത് കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞു പ്രയോറിറ്റി 1, അത് ആ കാറ്റഗറി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കാം. റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക്. എക്സാമ്പിൾ വേണം ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ആ കളറുകള് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പ്രയോറിറ്റി 1 എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് കെയർ ആണ്, റെഡ് കാറ്റഗറി ആണ്, വിത്തിൻ 0 മിനിറ്റ് ആണ്, കാർഡിയാക് അറസ്റ്റ്. ഇനി പ്രയോറിറ്റി 2 എന്ന് പറയുന്നത് യെല്ലോ കാറ്റഗറി ആണ്, അതും ഇമ്മീഡിയറ്റ് കെയർ തന്നെയാണ്, വിത്തിൻ 1 മിനിറ്റ്, ആക്സിഡന്റ് ആണ് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി പ്രയോറിറ്റി 3 എന്ന് പറയുന്നത് ഗ്രീൻ കാറ്റഗറി ആണ്, വിത്തിൻ 30 മിനിറ്റ് ആണ് പറയുന്നത്. ഏതാണ്? അർജന്റ് കെയർ ആണ് വരുന്നത്. ചെസ്റ്റ് പെയിൻ, അബ്ഡോമിനൽ പെയിൻ ആണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് 1 ബ്ലാക്ക് കാറ്റഗറി ആണ്. ബ്ലാക്ക് കാറ്റഗറി എന്ന് പറയുമ്പോൾ ലെസ് അർജന്റ് ആണ്, വിത്തിൻ 30 മിനിറ്റ് ആണ്. അതുകൂടാതെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മൈൽഡ് ഹെഡ് ഏക്ക് പറയാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയെന്ന് കരുതുന്നുണ്ട് എല്ലാവർക്കും. ആ 60 മിനിറ്റ് ആണ് ലാസ്റ്റത്തേത് കേട്ടോ. 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ. ഓക്കെ, ഇത് നമുക്ക് ട്രൈൻഡ് സെക്ഷൻ എന്താണെന്ന് പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് നോക്കാം റിസപ്ഷൻ. റിസപ്ഷൻ എന്തൊക്കെയാന്ന് നോക്കാം. റിസപ്ഷൻ, അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് റിസപ്ഷൻ എങ്ങനെയായിരിക്കണം?
ക്ലോസ് ഓപ്പറേഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റന്റ് വിത്ത് ദ ട്രയേജ്. ട്രയേജ് സംവിധാനത്തിന്റെ അടുത്ത് തന്നെയായിരിക്കണം റിസപ്ഷൻ ഏരിയ വരേണ്ടത്. ഓക്കെ, ഇപ്പൊ പേഷ്യന്റ് ഏത് തരത്തിലുള്ളതാണെന്ന് നമ്മൾ ആദ്യം അറിയണം അല്ലെ. അവർ ഏത് കാറ്റഗറിയിലാണ് പെടുത്തേണ്ടതെന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ ഫയൽ എടുക്കുകയും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയും വേണം. ഓക്കെ, ബ്ലാക്ക് കാറ്റഗറി എന്ന് പറഞ്ഞാല് മൈൽഡ് ഹെഡേക്ക് ആണ് വരിക, ലെസ് അർജന്റ് ആണ് വരിക, വിത്തിൻ 60 മിനിറ്റ് ആണ് വരിക. ഓക്കെ, രണ്ടാമത്തേത് ആഫ്റ്റർ ട്രയേജ് പേഷ്യൻസ് ഡീറ്റെയിൽസ് ആർ റെക്കോർഡഡ് ബൈ ദ ക്ലറിക്കൽ സ്റ്റാഫ്. ഓക്കെ, ഈ ട്രയേജ് സംവിധാനത്തിന് ശേഷം എന്താ ചെയ്യുന്നത്, ക്ലറിക്കൽ സ്റ്റാഫ് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ അഡ്രസ്, പേര്, ഏജ്, മൊബൈൽ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ഓക്കെ, ക്ലറിക്കൽ സ്റ്റാഫ് വന്നിട്ട് എന്ത് ചെയ്യും, വന്നിട്ടാണ്, അതായത് ട്രയേജ് സംവിധാനത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹത്തിന്റെ മെഡിക്കൽ ഫയൽ എടുത്ത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, then a new medical record is either raised or the old one retrieved. ഇനി വരുന്ന പേഷ്യന്റ് ഒരു പുതിയ പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ പേഷ്യന്റ് ആണെങ്കിൽ പുതിയൊരു മെഡിക്കൽ റെക്കോർഡ് അദ്ദേഹത്തിന് വേണ്ടി എടുക്കാം. അല്ലെങ്കിൽ അവിടെ ചികിത്സയിലുള്ള പേഷ്യന്റ് ആണ് ഇങ്ങനെ വരുന്നതെങ്കിൽ, എമർജൻസി ആയിട്ട് വരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഫയല് നമുക്ക് വീണ്ടെടുക്കാം. ഓക്കെ, എന്താ പറയാ, അദ്ദേഹത്തിന്റെ കൂടെ വന്നിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, പറഞ്ഞു കൊടുത്തു അല്ല, പേരും കാര്യങ്ങളും മൊബൈൽ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്താൽ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ കിട്ടും. അതിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഫയല് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റിസപ്ഷൻ ഏരിയയിൽ നടക്കുന്നത് കേട്ടോ. ഇപ്പൊ ട്രയേജിന് അടുത്തായിരിക്കണം റിസപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ട്രയേജിന് ശേഷം അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഡീറ്റെയിൽസ് ഒരു ക്ലറിക്കൽ സ്റ്റാഫ് വന്ന് റെക്കോർഡ് ചെയ്യുന്നു. ദെൻ പുതിയത് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ പഴയത് വീണ്ടും എടുക്കും. ഓക്കെ, ദെൻ മൂന്നാമത്തേത് ട്രീറ്റ്മെന്റ് ആണ്. പേഷ്യൻസ് മേ ബി ഡയറക്റ്റഡ് ടു റിസസിറ്റേഷൻ ഏരിയ, acute treatment area, consultation, fast track area, medical imaging or waiting area based on emergency treatment is initiated. Okay, അതായത് പേഷ്യൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, അതായത് ആദ്യം തന്നെ റെസിസിറ്റേഷൻ ഏരിയയിലേക്ക് കൊണ്ടുപോകും നമ്മൾ അല്ലെ. ഓക്കെ, പേഷ്യൻസിനെ എന്ത് ചെയ്യാം, ആദ്യം റെസിസിറ്റേഷൻ ഏരിയയിൽ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു അല്ലെ, ഒരു സഡൻ ഡിസിഷൻ എടുക്കുന്നത് റെസിസിറ്റേഷൻ ഏരിയയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങോട്ടാണ് ആദ്യം കൊണ്ടുപോകുന്നത്. ദെൻ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നോൺ ആംബുലൻസ് പേഷ്യന്റ് ആണെങ്കിൽ അവരെങ്ങോട്ടാ കൊണ്ടുപോവുക, അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിലാണ് കൊണ്ടുപോവുക. ദെൻ കൺസൾട്ടേഷൻ ചെയ്യുന്നു, പിന്നെ അവർക്ക് മെഡിക്കൽ ഇമേജിങ് എടുക്കുന്നു. ഇപ്പൊ MRI എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നു, എക്സ്റേ എടുക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പേഷ്യന്റിനെ നമുക്ക് ആദ്യം തന്നെ എങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യാം, റെസിസിറ്റേഷൻ ഏരിയയിലേക്ക് കൊണ്ടുപോകാം. ദെൻ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, then consultation fast track area, then medical imaging or waiting area. Okay, എന്നിട്ട് എന്ത് ചെയ്യും, അവർക്ക് എമർജൻസി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. Okay, then re-evaluation. An ED physician will re-evaluate the patient condition after treatment and assess test result because the result may give them additional insight into the type of treatment you need. Okay, അതായത് ഒരു ED ഫിസിഷ്യൻ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഇങ്ങനെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത പേഷ്യന്റിന്, അതായത് ED ഫിസിഷ്യൻ എന്ന് പറഞ്ഞാല് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ ആണ്, ഡോക്ടറാണ്. അദ്ദേഹം വന്ന് എന്ത് ചെയ്യുന്നു, പേഷ്യന്റിന്റെ കണ്ടീഷൻ നോക്കുന്നു. ഓക്കെ, ട്രീറ്റ്മെന്റിന് ശേഷം പേഷ്യന്റിന്റെ കണ്ടീഷൻ റീഇവാലുവേറ്റ് ചെയ്യുന്നു, ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെ ടെസ്റ്റുകളാണോ നടത്തിയിരിക്കുന്നത് അതിന്റെ റിസൾട്ടിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് ഒന്നുകൂടി, അതായത് ഫർദർ ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യുന്നു, ആവശ്യമായത് കൊടുക്കുന്നു. ഓക്കെ, ഒരു പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സഡൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കും. ഓക്കെ, അതിനുശേഷം അദ്ദേഹം ഒന്ന് റിക്കവർ ആയുമ്പോ ED ഫിസിഷ്യൻ വന്നിട്ട് ഒന്നും കൂടി റീവാലുവേറ്റ് ചെയ്ത്
അദ്ദേഹത്തിന്റെ ടെസ്റ്റ് റിസൾട്ടിന്റെ ബേസിൽ അദ്ദേഹത്തിനുള്ള ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യും. ക്ലിയർ ആണോ? റീവാലുവേഷൻ ക്ലിയർ അല്ലേ? ഓക്കെ. Then discharge. Okay. Based on treatment, patient to be removed after stabilization. Okay. അതായത് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യും നമ്മള്? അതായത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹം ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം എന്ത് ചെയ്യുന്നു? ട്രീറ്റ്മെന്റിന്റെ ബേസില് പേഷ്യന്റിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ. അദ്ദേഹം ഒന്ന് സ്റ്റേബിൾ ആയി, എമർജൻസി ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്യാം? അദ്ദേഹത്തെ സ്റ്റെബിലൈസേഷനിൽ നിന്ന് മാറ്റുക അല്ലെ. അദ്ദേഹത്തെ ആ ഒരു പൈസയിൽ കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആ ഒരു ഇതിൽ നിന്നും അദ്ദേഹത്തെ റിമൂവ് ചെയ്തിട്ട് വാർഡിലേക്ക് ഷിഫ്റ്റ് ആക്കുകയോ അല്ലെങ്കിൽ റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കുകയോ അല്ലെങ്കിൽ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയോ ചെയ്യുന്നതാണ് എന്ത്? ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ. അതെ. അടുത്തത്, all patients receive written home care instructions to follow when discharged. Referral can be made based on facilities of hospital and patient condition if needed. Okay. അതായത് ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യൻസിന് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കും. ഓക്കെ. അതായത് രോഗി വീട്ടിൽ പരിപാലിക്കേണ്ട, അയാളെ വീട്ടില് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചില ഫുഡ് പ്ലാനുകൾ, മീൽ പ്ലാനുകള്, അതുപോലെ അദ്ദേഹം വീട്ടിൽ പിന്തുടരേണ്ട എക്സസൈസുകള്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും? അവര് റിട്ടേൺ ആയിട്ട് എന്ത് ചെയ്യും? എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ചില പേഷ്യൻസിനാണെങ്കിൽ ഇപ്പോ ഡിസ്ചാർജ് ചെയ്യുന്നത് ചിലപ്പോൾ വീട്ടിലേക്ക് ആയിരിക്കണം എന്നില്ല കേട്ടോ. ചില പേഷ്യൻസിനെ നമ്മള് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ മോശമാണെങ്കിലൊക്കെ എന്താണ്, നമ്മള് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ. അതിന് നമ്മൾ എന്ത് തന്നെയാ പറയുന്നേ? ഡിസ്ചാർജ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഒരു റൂമിലേക്കോ അല്ലെങ്കിൽ വാർഡിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ അല്ലെങ്കിൽ എന്താ പറയാ വേറെ ഹോസ്പിറ്റലിലും നമ്മള് പേഷ്യന്റിനെ വിടുന്നതും ഡിസ്ചാർജ് തന്നെയാണ്. ഇനി മരിക്കുന്ന ഒരു പേഷ്യന്റ് ആയാലും, അതായത് ഡെത്ത് സംഭവിക്കുകയാണ് ഹോസ്പിറ്റലിൽ വെച്ച്, അവരെയും നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിസ്ചാർജ് ആണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ ക്രമങ്ങൾ, അതായത് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏത് ടേം തന്നെയാണ് ഉപയോഗിക്കുന്നത്? ഡിസ്ചാർജ് എന്ന് പറയുന്ന ആ ഒരു ടേം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ വീട്ടിൽ പാലിക്കേണ്ട ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് രേഖാമൂലം രോഗിക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിക്കും. ആശുപത്രിയുടെ സൗകര്യങ്ങളും രോഗിയുടെ അവസ്ഥയും അടിസ്ഥാനമാക്കി വേണമെങ്കിൽ നമുക്ക് രോഗി എന്ത് ചെയ്യാം? റെഫർ ചെയ്യാം. കണ്ടീഷൻ ഇപ്പോ സ്റ്റേബിൾ അല്ലെങ്കിൽ ചിലപ്പോ പേഷ്യൻസിനെ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഇപ്പോ പേഷ്യന്റ് ഫ്ലോ റെഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പേഷ്യന്റ് കണ്ടീഷനൊക്കെ മോശമായാൽ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യില്ലേ? അതാണ് റെഫർ ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. റെഫർ ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ഇപ്പൊ പേഷ്യന്റ് ഏത് ഹോസ്പിറ്റലാണ് ഉള്ളത് അവിടെ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മള് റെഫർ ഔട്ട് എന്ന് പറയുന്നത്. ഔട്ട്. ഓക്കെ. ഇനി റെഫർ ഇൻ എന്നുണ്ട്. അതായത് ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് വരുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? റെഫർ ഇൻ എന്ന് പറയുന്നു. ഓക്കെ. ഇപ്പോ അയാൾക്ക് ചികിത്സ കൊടുത്തിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അയാളെ ചികിത്സിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കൾക്ക് അവിടെയുള്ള ഇപ്പോൾ ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നും വേണ്ട രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാതെ വരിക. അതായത് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും അപാകതകൾ ഉണ്ടാവുകയോ റിലേറ്റീവ്സിന് ആ ഒരു ട്രീറ്റ്മെന്റിനോട് യോജിക്കാൻ പറ്റാത്തതോ ഒക്കെ എന്ത് ചെയ്യാം? പേഷ്യന്റിനെ നമ്മൾ മറ്റു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അതിനെയാണ് നമ്മൾ റെഫർ എന്ന് പറയുന്നത്. റെഫർ ഇൻ ഉണ്ട്, റെഫർ ഔട്ട് ഉണ്ട്. റെഫർ ഔട്ട് എന്ന് പറയുന്നത് പേഷ്യന്റിനെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. റെഫർ ഇൻ എന്ന് പറയുന്നത് കൊണ്ടുവരുന്നതാണ്. ഓക്കെ. റീവാലുവേഷൻ എന്ന് പറയുന്നത് പുനർമൂല്യനിർണ്ണയം. ഓക്കെ. നമുക്കറിയാം, അതായത് നമ്മളിപ്പോ എക്സാം പേപ്പറൊക്കെ എന്താ ചെയ്യുന്നത്?
10th +2 അങ്ങനെയുള്ള എക്സാം പേപ്പർ ഒക്കെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്കിപ്പോ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിക്കില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിന് A ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പേപ്പർ എന്ത് ചെയ്യും, നമ്മള് റീവാലുവേറ്റ് ചെയ്യാൻ കൊടുക്കില്ലേ? റീവാലുവേഷൻ എന്താ? പുനർമൂല്യനിർണ്ണയം, ഒന്നും കൂടി ചെക്ക് ചെയ്യുക. അപ്പോ പേഷ്യന്റിന് നമ്മളിപ്പോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുമ്പോ നമ്മൾ ആവശ്യത്തിനുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു. അതിനുശേഷം പേഷ്യന്റ് ആ ഒരു എമർജൻസി ക്രിട്ടിക്കൽ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാല് എന്ത് ചെയ്യും, ഈ ED ഫിസിഷ്യൻ വന്നിട്ട് ഒന്നും കൂടി പേഷ്യന്റിനെ ചെക്ക് ചെയ്യും. അതിനുശേഷമാണ് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ. ഇപ്പൊ പേഷ്യന്റ് ഫ്ലോ ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വൺ ട്രയാജ് ആണ്. ട്രയാജിൽ കൊണ്ടുവരുന്നു, ദെൻ റിസപ്ഷൻ, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ റീവാലുവേറ്റ് ചെയ്യുന്നു, ദെൻ ഡിസ്ചാർജ് ചെയ്യുന്നു. 5 പ്രോസസ്സിലൂടെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് എന്തിനു വരുന്നത്, അതായത് ആ ഒരു പേഷ്യന്റ് ഫ്ലോ വരുന്നത് കേട്ടോ. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഫസ്റ്റ് ട്രയാജ് ആണ്, ദെൻ റിസപ്ഷൻ ആണ്, ദെൻ ട്രീറ്റ്മെന്റ്, റീവാലുവേഷൻ, ഡിസ്ചാർജ്. 5 പ്രോസസ് ഉണ്ട് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവരുടെ വിവരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും. അദ്ദേഹത്തെ പറയുന്നത് CMO എന്നാണ്. ഓക്കെ. അദ്ദേഹമാണ് എന്ത് കൊടുക്കുന്നത്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള സൂപ്പർവിഷൻ കൊടുക്കുന്ന ഒരു ചീഫായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഈ ഒരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ് കേട്ടോ. അപ്പൊ സൂപ്പർവിഷൻ കൊടുക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ്. ഓക്കെ. എല്ലാ ഫിസിഷ്യന്മാർക്കും വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങള്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനിങ്ങും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ മീൻസ് CMO. ഓക്കെ. ദെൻ കൺസൾട്ടന്റ് ഷുഡ് ബി അവൈലബിൾ. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുക, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സേവിക്കുക അല്ലെ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കൺസൾട്ടന്റുമാര് അവിടെ ഉണ്ടാകും. ദെൻ RN വിത്ത് ട്രെയിൻഡ് EMT അറ്റ് ട്രയേജ് സെക്ഷൻ. ഇനി ട്രയേജ് സെക്ഷനിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു രജിസ്ട്രേർഡ് നഴ്സ് ഉണ്ടാവും. ഓക്കെ. രജിസ്ട്രേർഡ് നഴ്സ്, അവരെ നമ്മൾക്ക് RN എന്ന് വിളിക്കാം. രജിസ്ട്രേർഡ് നഴ്സ് ആണെന്ത് RN എന്ന് പറയുന്നത്. ദെൻ ഒരു EMT ടെക്നീഷ്യൻ ഉണ്ടാവും. ഓക്കെ. EMT എന്ന് പറഞ്ഞാല് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആണ്. ഓക്കെ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഇവര് 2 പേരും എന്തിലും പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളാണ്? ട്രയേജ് സെക്ഷനിൽ, അതായത് രോഗിയെ തരംതിരിക്കാനായിട്ട് ഇവരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഓക്കെ. നമ്മൾ ട്രയേജ് സെക്ഷൻ പറഞ്ഞു കഴിഞ്ഞാണല്ലോ. അപ്പൊ ട്രയേജ് എന്ന് പറഞ്ഞാൽ രോഗിയെ സോർട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അങ്ങനെ സോർട്ട് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു രജിസ്ട്രേർഡ് നഴ്സും അതുപോലെ തന്നെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനുമാണ്. ഓക്കെ. ദെൻ സ്കിൽഡ് നഴ്സിംഗ് ടീം, അതായത് സ്കിൽഡ് ആയിട്ടുള്ള നഴ്സിംഗ് ടീം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അത് ഇപ്പൊ വേണമെങ്കിൽ പറയാം, അതായത് നമുക്കറിയാം ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ട് ഡിസിഷൻ എടുക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ പോലെയല്ല. കാരണം എന്താ, പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഡിസിഷൻ എടുക്കേണ്ടി വരും. കാരണം എന്താ, രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് അവിടെ ചെയ്യുന്നത് അല്ലെ. പെട്ടെന്നുള്ള ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പൊ അത്രയും സ്കില്ലുകളുള്ള ആളുകളെയാണ് ഇവിടെ നിയമിക്കുന്നത്, ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റില് നിയമിക്കുന്നത്. ഓക്കെ. ദെൻ ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ്, ഇപ്പൊ രോഗിയുടെ MRI എടുക്കാൻ അല്ലെങ്കിൽ എക്സ്റേ എടുക്കാൻ, ECG എടുക്കാൻ, അങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങള് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ടെക്നീഷ്യന്മാര് ഇവിടെ അവൈലബിൾ ആയിരിക്കുള്ളൂ. ഓക്കെ.
ദെൻ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്, അവിടെ വരുന്ന പേഷ്യൻസിനെ കെയർ ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടും പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സും അതുപോലെ തന്നെ അസിസ്റ്റൻസും അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പോ ഇത്രയും പേരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ്, അദ്ദേഹമാണ് സൂപ്പർവിഷൻ കൊടുക്കുന്നത്. ദെൻ കൺസൾട്ടൻസ് ഉണ്ടാകും. ദെൻ ഒരു രജിസ്ട്രേർഡ് നഴ്സ്, അതിനെയാണ് നമ്മൾ RN എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ EMT, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഓക്കെ, ദെൻ ഒരു സ്കിൽഡ് നഴ്സിംഗ് ടീം ഉണ്ടാകും. ദെൻ ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യന്മാരുണ്ടാകും. ദെൻ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ അസിസ്റ്റന്റുമാരും ഉണ്ടാകും. ഓക്കെ, RN എന്ന് പറഞ്ഞാൽ രജിസ്ട്രേർഡ് നഴ്സ് കേട്ടോ. രജിസ്ട്രേർഡ് നഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, RN എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ്? ഓക്കെ, ദെൻ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ആരൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റില് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ കൈകാര്യം ചെയ്യുന്നത്, അത് ഓഫീസ് വിഭാഗം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഒന്ന് മെഡിക്കൽ റെക്കോർഡ് ക്ലർക്കാണ്. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് ഉണ്ടാകും. അതുകൂടാതെ രജിസ്ട്രേഷൻ ക്ലർക്ക് ആയിട്ട് അഡ്മിഷൻ ക്ലർക്ക്, രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് കേട്ടോ. രജിസ്ട്രേഷൻ ക്ലർക്ക് എന്ന് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, അഡ്മിഷൻ ക്ലർക്ക് അവിടെ വേണം എന്നില്ല. ഓക്കെ, ഒരു മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ക്ലർക്കും അഡ്മിനിസ്ട്രേറ്റീവ് ആ ഒരു ഓഫീസിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളാണ്. ദെൻ നമുക്ക് റെക്കോർഡ്സ് നോക്കാം. എന്തൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചു വെക്കുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന റെക്കോർഡുകൾ? ഓക്കെ, ആദ്യത്തേത് പേഷ്യന്റ് റെക്കോർഡ്. പേഷ്യന്റ് റെക്കോർഡ് എന്താ വരിക? അതായത് പേഷ്യന്റിന്റെ എല്ലാവിധ ഡീറ്റെയിൽസ്, അവരുടെ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? പേഷ്യന്റ് റെക്കോർഡില് വരുന്നത്. ഓക്കെ, പേഷ്യന്റ് റെക്കോർഡിൽ അപ്പൊ വരുന്നത് പേഷ്യന്റ് നെയിം, അഡ്രസ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് പേഷ്യന്റ് റെക്കോർഡിൽ വരുന്നത്. രണ്ടാമത്തത് കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ. ഓക്കെ, കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ് കൂടുതൽ ആളുകളും ഡെത്ത് ആവുന്നത് അല്ലെ. അപ്പൊ ആ ഡെത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് തരും? ഒരു ഫോം തരും അല്ലെ. ആ ഫോം ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഫോം ഫില്ല് ചെയ്ത ശേഷമാണ് നമുക്ക് എന്ത് കിട്ടുക? അതായത് നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ നിന്നോ നമുക്ക് ഡെത്ത് രജിസ്റ്റർ കിട്ടുക. ഓക്കെ, മരണ സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫോമുകളും കാര്യങ്ങളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് ഉണ്ടാകും. ഓക്കെ, അതവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും കേട്ടോ. ദെൻ ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്, അതായത് രോഗി ഫോളോ ചെയ്യേണ്ട ഒബ്സർവേഷൻ, അതായത് രോഗിയുടെ നിരീക്ഷണ കാര്യങ്ങൾ. അതായത് ഇപ്പൊ ഒരു രോഗി അവിടെ ട്രീറ്റ്മെന്റിന് വന്നു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുമുള്ള അദ്ദേഹത്തിനെ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങള്, അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ, അദ്ദേഹം എന്തൊക്കെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരിക കേട്ടോ. ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡിൽ വരിക. ദെൻ റെഫറൽ റെക്കോർഡ്, അതായത് രോഗിയെ ഇപ്പൊ ഞാൻ പറഞ്ഞു റെഫർ ഔട്ട് ചെയ്യുകയോ റെഫറിങ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡുകൾ ഇതിനകത്ത് വരുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് അതിന്റെ റെക്കോർഡുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ പേഷ്യന്റിനെ എമർജൻസി ആയിട്ട് എന്താ പറയാ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള എല്ലാ വിവരങ്ങളും, എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്, പിന്നെ കൺസെന്റ് ഫോം അടങ്ങിയിട്ടുള്ള കാര്യങ്ങള്, അതൊക്കെ ഇതിനകത്ത് വരുന്നതായിരിക്കും. ഓക്കെ, ദെൻ ട്രീറ്റ്മെന്റ് റെക്കോർഡ്. രോഗിക്ക് ട്രീറ്റ്മെന്റ് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് നൽകിയിരിക്കുന്നത്, രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് എന്തൊക്കെ. ഇല്ല, ബ്രേക്ക് വേണോ നിങ്ങൾക്ക്? ബ്രേക്ക് ആവശ്യമുണ്ടോ? ഒരു 5 മിനിറ്റ്. 12 മണിയാകുമ്പോൾ കഴിയും കേട്ടോ നമ്മുടെ. ബ്രേക്ക് ആവശ്യമുണ്ടോ? ആവശ്യമുള്ളവര് കമന്റ് ചെയ്യാം, അപ്പൊ ഞാൻ ബ്രേക്ക് തരാം.
ബ്രേക്ക് വേണ്ട. ചിലർക്ക് ബ്രേക്ക് വേണ്ടെന്നാണ് പറയുന്നത്, ചിലർക്ക് ബ്രേക്ക് വേണം. ഓക്കെ, ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരാണ്. ഒരു 5 മിനിറ്റ് കേട്ടോ. ഒന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് വരിക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത് ട്രീറ്റ്മെന്റ് റെക്കോർഡാണ്. ഓക്കെ, അതായത് രോഗിയുടെ ചികിത്സാ സംബന്ധമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റെക്കോർഡ്. ഓക്കെ, ദെൻ
മൈനർ OT റെക്കോർഡ്സ്. ഇപ്പോ എന്താ പറയാ, രോഗിക്ക് മൈനർ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡാണ് എന്ത്, മൈനർ OT റെക്കോർഡ്. മൈനർ ഓപ്പറേഷൻ തിയേറ്റർ റെക്കോർഡ് എന്നാണ് ഫുൾ ഫോം വരിക കേട്ടോ. ദെൻ ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ. ഇൻസിഡന്റ് അതായത് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടായെന്ന് വിചാരിക്കുക. ആ ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്യുന്ന, എവിടെയാണ് കറക്റ്റ് സ്പോട്ട്, എവിടെയാണ് ആക്സിഡന്റ് നടന്ന ലൊക്കേഷൻ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അതോറിറ്റിക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഫോം ഉണ്ട്. അതാണ് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഏത് വാഹനമാണ് വന്നിടിച്ചത്, ആരുടെ എന്താ പറയാ, ആരുടെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, ആക്സിഡന്റ് ഒക്കെ പറ്റുവാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നമ്മൾ എഴുതുന്നത് കേട്ടോ, ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്ററിൽ. ദെൻ അറ്റൻഡൻസ് രജിസ്റ്റേഴ്സ് ഓഫ് ഓൾ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗം ജീവനക്കാരുടെയും അറ്റൻഡൻസ് രജിസ്റ്റർ, അവരുടെ ഹാജർനില നോക്കാൻ വേണ്ടിയിട്ട് അറ്റൻഡൻസ് രജിസ്റ്റർ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. ദെൻ രജിസ്റ്റർ ഓഫ് ഡ്യൂട്ടി ഡോക്ടേഴ്സ്, സ്പെഷ്യലിസ്റ്റ് എക്സെട്ര. അതുപോലെ തന്നെ അവിടെ ഡ്യൂട്ടിക്ക് വരുന്ന ഡോക്ടേഴ്സിന്റെ രജിസ്റ്ററും കാര്യങ്ങളും. ദെൻ അവിടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വരുന്ന, ഇപ്പോ മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പോ ഇടയ്ക്ക് എന്താണ് വേറെ ചില ഹോസ്പിറ്റലിലേക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ വരുമല്ലോ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വരും അവരുടെ സേവനം പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ രജിസ്റ്ററും കാര്യങ്ങളും ഒക്കെ എവിടെ ഉണ്ടാവണം, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഓൾ ഡോക്യുമെന്റ്സ്, എക്സാമ്പിൾ അഡ്മിഷൻ കാർഡ്, കേസ് ഷീറ്റ്, ഡ്രഗ് ചാർട്ട്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ്. പിന്നെ എന്താണ്, എല്ലാ തരത്തിലുമുള്ള ഫോം. അത് ഇപ്പൊ രോഗിയുടെ അഡ്മിഷൻ കാർഡ് ആകാം, രോഗി അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വിവരങ്ങളും മറ്റും. അതുപോലെ തന്നെ കേസ് ഷീറ്റ്, പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള കേസ് ഷീറ്റ്. ദെൻ ഡ്രഗ് ചാർട്ട്, പേഷ്യന്റിനെ മെഡിസിൻ കാര്യങ്ങളും മറ്റും അടങ്ങിയിട്ടുള്ള റെക്കോർഡ്. ദെൻ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ ഫോമുകള്. ഇതൊക്കെ എവിടെ ഉണ്ടായിരിക്കണം, ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ആദ്യത്തേത് പേഷ്യന്റ് റെക്കോർഡ് പറഞ്ഞു, പേഷ്യന്റിന്റെ ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ള. ദെൻ കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ പറഞ്ഞു, പിന്നെ ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ് പറഞ്ഞു, റെഫറൽ റെക്കോർഡ് പറഞ്ഞു, ട്രീറ്റ്മെന്റ് റെക്കോർഡ്, മൈനർ OT റെക്കോർഡ്സ്, ഇൻസിഡന്റ് റിപ്പോർട്ട് ഓഫ് ഫോംസ് ആൻഡ് രജിസ്റ്റർ, അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് ഓൾ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്, register of duty doctors, specialists, etc. All documents, example admission card, case sheet, drug chart, death certificate forms. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത പറഞ്ഞോട്ടെ ഞാൻ. അടുത്ത നോക്കാം കേട്ടോ. MLC record with all diagnostic and investigation results and kept under lock and key under CMO casualty. അതായത് MLC റെക്കോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ അന്വേഷണങ്ങളുടെ റിസൾട്ടുകള് CMOയുടെ അണ്ടറിലായിരിക്കണം ലോക്ക് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവേണ്ടത്. ഓക്കെ, CMO ആരാണ്? CMO ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒന്ന് കമന്റ് ചെയ്തേ. ആരാ CMO? CMO ആരാ? CMO ആർക്കും കിട്ടുന്നില്ല. CMO ആരാ? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിനെയാണ് നമ്മള് CMO എന്ന് പറയാം. അപ്പൊ അദ്ദേഹം ഇവിടെ എന്ത് ചെയ്തിരിക്കണം എന്നാ പറയുന്നത്, MLC റെക്കോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ അന്വേഷണ റിപ്പോർട്ടുകളും അതിന്റെ എല്ലാ വിവരങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തിരിക്കണം, ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ MLC എന്ന് നമുക്ക് നോക്കാം അല്ലെ. MLC എന്ന് പറഞ്ഞാല് മെഡിക്കോ ലീഗൽ കേസ് എന്നാണ് വരിക. ഓക്കെ, മെഡിക്കോ ലീഗൽ കേസ് ആണ് MLC. ഓക്കെ,
ഇവിടെ പറയുന്നുണ്ട്, താഴെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസുകൾ എന്ന്. മെഡിക്കോ ലീഗൽ കേസ് ലൈക്ക് ആക്സിഡന്റ് ആൻഡ് ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയിസണിങ്, അൺകോൺഷ്യസ് ബ്രോഡ് ഡെഡ് ഷുഡ് ബി സ്റ്റാമ്പഡ് ആസ് MLC. അതായത് MLC കേസുകളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആക്സിഡന്റ്, ട്രോമ, അതിന് നമ്മൾ MLC ആയിട്ട് കണക്കാക്കാറുണ്ട്. ദെൻ അസാൾട്ടുകള്, ആക്രമണങ്ങള്, ഓക്കെ, അതുപോലെ തന്നെ റേപ്പ്, പിന്നെ പോയിസണിങ് എന്ന് പറഞ്ഞാൽ എന്താ, വിഷം കൊടുക്കുക. ദെൻ അൺകോൺഷ്യസ് ബ്രോഡ് ഡെഡ്, അതായത് അൺകോൺഷ്യസ് ആയിട്ട് ഇപ്പൊ പെട്ടെന്ന് മരണം സംഭവിച്ചിട്ട് കൊണ്ടുവരുന്ന കേസുകൾ, ഇതിനൊക്കെ നമ്മൾ MLC ആയിട്ടാണ് സ്റ്റാമ്പ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരട്ടെ, ഇപ്പൊ നമുക്ക് കൂടുതൽ ക്ലിയർ ആണ്. പറഞ്ഞുതരട്ടെ എങ്ങനെയാണ് MLC രജിസ്റ്റർ ചെയ്യുന്നതെന്ന്. ഓക്കെ, അതായത് ഇത് നമ്മുടെ നാട്ടില് നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. ഓക്കെ, ഇതിനെങ്ങനെയാണ് അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റൽ MLC ആയിട്ട് സ്റ്റാമ്പ് ചെയ്തിരിക്കുകയെന്ന് നമുക്ക് നോക്കാം. നടന്നൊരു കേസാണ് കേട്ടോ. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഒരമ്മ ഒരു കുട്ടിയെ കൊണ്ട് വന്നു ഹോസ്പിറ്റലില്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് കുട്ടിയെ കൊണ്ടുവന്നത്. കുട്ടിക്ക് ബോധമില്ല. ഓക്കെ, കുട്ടി എന്താണ്, അൺകോൺഷ്യസ് ആണ്. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അമ്മയാണല്ലോ കൂടെ ഉള്ളത്. ഡോക്ടർമാർ ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവര് പറയാണ് കുട്ടി പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്നു പറയാണ്. ഓക്കെ, ദെൻ ഇവരെന്ത് ചെയ്യും, വേഗം കുട്ടിയെ റെസിസിറ്റേഷൻ ഏരിയയിലായിരിക്കുമല്ലേ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് കുട്ടി എന്ത് ചെയ്യും, ടോട്ടൽ ഒന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സിന് മനസ്സിലായി കുട്ടി ബോധം കെട്ട് വീണതല്ല, കുട്ടിയെ മനഃപൂർവ്വം ആക്രമിച്ചതാണ്. ഓക്കെ, എങ്ങനെയായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക അവർക്കത്? കാരണം കുട്ടിയുടെ ദേഹത്തും കഴുത്തിലും നെക്കിന്റെ ഭാഗത്തൊക്കെ ധാരാളം പാടുകളുണ്ട്. ഓക്കെ, കുട്ടിയെ ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പാടുകളൊക്കെ തലക്കൊക്കെ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്. കുട്ടിയുടെ തലയുടെ അവിടെ നിന്ന് രക്തം വരുന്നില്ല, പക്ഷെ കുട്ടിക്ക് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ട്. ഓക്കെ, അങ്ങനെ അവിടുത്തെ ഡോക്ടേഴ്സ് എന്ത് ചെയ്തു, പെട്ടെന്ന് അവിടെയുള്ള CMO അല്ലെ, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കുകയും അദ്ദേഹം വന്ന് ചെക്ക് ചെയ്തപ്പോൾ എന്താണ് മനസ്സിലായത്, കുട്ടി ആക്രമണത്തിന്, അതായത് അസാൾട്ടിന് ഇരയായിട്ടുണ്ടെന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ CMO എന്ത് ചെയ്യും, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ആ കുട്ടിയുടെ കേസ് MLC ആയി സ്റ്റാമ്പ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കേസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, MLC കേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. MLC, അതായത് MLC എന്ന് പറയുന്നത് മെഡിക്കോ ലീഗൽ കേസ് ആണ്. അത് ആക്സിഡന്റ് വരാം. ഓക്കെ, അതായത് പെട്ടെന്ന് ഒരാൾക്ക് ആക്സിഡന്റ് പറ്റും, നമുക്ക് പറയാൻ പറ്റില്ല അയാള് മനഃപൂർവ്വം മറ്റു ആക്സിഡന്റ് വരുത്തിയതാണോ അല്ലെങ്കിൽ യാദൃശ്ചിക വെച്ചാൽ ആക്സിഡന്റ് എന്തുമാവട്ടെ, അത് MLC കേസ് ആയിട്ട് വരും. ദെൻ അസാൾട്ടുകള്, ഓക്കെ, ആക്രമണങ്ങൾ. ഞാനിപ്പോ ഈ കുട്ടിയുടെ എക്സാമ്പിൾ പറഞ്ഞല്ലേ, കുട്ടിയെ മനഃപൂർവ്വം അമ്മ എന്ത് ചെയ്യാണ്, കൊല്ലാനായിട്ട് നോക്കിയതാണ്. പക്ഷെ പെട്ടെന്ന് ഇവരുടെ ആ ഒരു വിഭ്രാന്തിയില് കുട്ടി പെട്ടെന്ന് ഇത് ചെയ്തത് മൂലം കുട്ടി പെട്ടെന്ന് ബോധം കെട്ട് വീണു. പെട്ടെന്ന് ആ ഒരു എന്താ പറയാ മെന്റൽ ഷോക്കിലായിരിക്കും ചിലപ്പോൾ ആ സ്ത്രീ അങ്ങനെ ചെയ്തിട്ട്, റിയൽ നടന്ന സംഭവമാണ് അത്. ആ ഒരു മെന്റൽ ഷോക്കിലാണ് അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്നത്. പെട്ടെന്ന് തന്നെ ഇവർക്ക് ബോധോദയം വരികയാണ്, എന്റെ മോളാണല്ലോ എന്നുള്ളൊരിത്. പെട്ടെന്ന് തന്നെ അവര് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. പക്ഷെ എന്താണ്, അവിടെ ഇരിക്കുന്ന ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് പൊട്ടന്മാരല്ല അല്ലെ. അവർക്ക് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് വ്യക്തമായിട്ട് നിൽക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ അവർക്കത് മനസ്സിലായി. അപ്പൊ അസാൾട്ടുകൾ എന്തിൽ വരുന്നതാണ്, MLCയിൽ വരുന്നതാണ്. പിന്നെ റേപ്പ് കേസുകള്, പീഡന കേസുകൾ, അത് മുതിർന്ന വ്യക്തികളാകട്ടെ അല്ലെങ്കിൽ 18 വയസ്സിലുള്ള താഴെയുള്ള കുട്ടികളാവട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, റേപ്പ് കേസുകള് MLC ആയിട്ടാണ് സ്റ്റാമ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പോയ്സണിങ്, വിഷം കൊടുക്കുന്ന, അതായത് വിഷം കൊടുത്ത് കൊല്ലാനൊക്കെ ശ്രമിക്കില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ MLC ആയിട്ട് സ്റ്റാമ്പ് ചെയ്യും. ദെൻ അൺകോൺഷ്യസ് ബ്രോഡ് ഡെഡ്, ബോധം കിട്ടിട്ട്, അതായത് ബോധം കിട്ടിട്ട് ഒരാളെ കൊണ്ടുവരേണ്ട, അയാൾ മരിച്ചു കഴിഞ്ഞു അപ്പോഴത്തേനും. ഓക്കെ, അപ്പൊ കാരണം എന്താണെന്ന് അറിയില്ല, അയാൾ മരിച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. കൂടെ കൊണ്ടുവന്ന ആളുകൾ പറയാണ് പെട്ടെന്ന് ബോധം കെട്ട് വീണെന്ന് പറയാണ്. പക്ഷെ ആളെ നോക്കിയപ്പോൾ ആള് മരിച്ചു.
അതും എന്താണ്, കാരണം നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ, ആളുടെ പോസ്റ്റ്മോർട്ടം രീതികൾ, പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാല് നമുക്ക് ഫർദർ കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്തുകൊണ്ടാണ് മരണം, ഡെത്ത് സംഭവിച്ചത്. അപ്പൊ അങ്ങനെയുള്ള കേസുകളും എന്താവാറുണ്ട്, MLC ആയിട്ട് സ്റ്റാമ്പ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കേസില് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുന്നു. ദെൻ ആളുടെ ഫയല് MLC എന്ന രീതിയിൽ, MLC എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്റ്റാമ്പ് ഉണ്ട്, അത് സ്റ്റാമ്പ് ചെയ്തിട്ട് അതിന്റെ റെക്കോർഡ് CMO ആണ് എന്ത് ചെയ്യുക, സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, ക്ലിയർ ആയിരുന്നു കരുതുന്നു കേട്ടോ. ദെൻ പോലീസ് ഇന്റിമേഷൻ ബുക്ക്. ഓക്കെ, അതായത് നമുക്കറിയാം MLC കേസുകളിലൊക്കെ എന്താണ്, പോലീസിന്റെ ഹെൽപ്പ് നമുക്ക് വേണ്ടി വരും അല്ലെ. പോലീസ് വന്നിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷനും മറ്റും കാര്യങ്ങളൊക്കെ നടത്തും. എങ്ങനെയാണ്, അതായത് ഇപ്പൊ ആക്സിഡന്റ് ആണെങ്കിൽ, ആക്സിഡന്റ് ആയിട്ട് വന്ന് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോയിസണിങ് കൊടുത്ത് റേപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അവര് FIR ഒക്കെ ഇടുമല്ലോ. അപ്പൊ അതിനിടുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം, ഈ പോലീസുമായിട്ട് നമുക്ക് സഹകരണം വേണം അല്ലെ. അപ്പൊ പോലീസിന്റെ ഒരു ഇന്റിമേഷൻ ബുക്ക് എവിടെ സൂക്ഷിച്ചിട്ടുണ്ടാകും, ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് പ്രത്യേകം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇത്രയും ഭാഗം റെക്കോർഡ്സ് വരെ എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം കേട്ടോ. മാം ആ ഡിസൈൻ ഒന്ന് പറഞ്ഞുതരൂ. ഡിസൈൻ അല്ലേ, ഓക്കെ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈൻ എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഒരു രൂപകൽപ്പന എങ്ങനെയാണ്, അതിന്റെ പുറമെയുള്ള സ്ട്രക്ചർ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പർ ആയിട്ട് ഷെൽട്ടർ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഷെൽട്ടർ ചെയ്തിരിക്കുന്നത്, അവിടെ വരുന്ന ആംബുലൻസ് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വെതർ, അതായത് ആ ഒരു എന്താ പറയാ, ഒരു കാലാവസ്ഥ അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോ അവരെ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് മഴ പെയ്യുവാണെങ്കിൽ, നല്ല രീതിയിൽ ഷെൽട്ടറിംഗ് സംവിധാനം മുകളിൽ ഒരുക്കിയിട്ടില്ലെങ്കിൽ എന്ത് പറ്റും, പേഷ്യൻസിന് മഴ കൊള്ളു അല്ലെ. ഇനി ഭയങ്കരമായിട്ട് വെയിലാണെങ്കിലോ ആ ബോഡിയിൽ വെയിലേൽക്കും, മഞ്ഞാണെങ്കിലോ മഞ്ഞേക്കും. അപ്പൊ ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഷെൽട്ടറിംഗ് സംവിധാനം അവിടെ ഒരുക്കിയിരിക്കണം എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ആഡിക്വേറ്റ് റിസർവർ പാർക്കിംഗ് സ്പേസ് ഫോർ ആംബുലൻസ് ആൻഡ് കാർസ് ഓഫ് പേഷ്യന്റ്. അതായത് അവിടെ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ആംബുലൻസിലായിരിക്കും വരിക, ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാ, ഏതെങ്കിലും ഒരു വാഹനത്തിലായിരിക്കും അവർ വരിക അല്ലെ. അപ്പൊ ആ വാഹനങ്ങള് അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഒരുക്കിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ദെൻ ആഡിക്വേറ്റ് സ്പേസ് ഫോർ അക്കോമഡേറ്റിംഗ് സ്ട്രെച്ചേഴ്സ്, അതായത് സ്ട്രെച്ചേഴ്സ് ഒക്കെ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങള് അവിടെ ലഭ്യമായിരിക്കണം. അങ്ങനെയുള്ള ഒരു സ്പേസ് ആയിരിക്കണം, ഡിസൈൻ ആയിരിക്കണം അവിടെ രൂപകൽപ്പന ചെയ്ത് വെക്കേണ്ടത്. Then ramps for wheelchairs and pedestrian access in case of raised platform. Okay, അതായത് എന്താ പറയുക, ഇപ്പോ നമുക്കറിയാം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വീൽ ചെയർ ആയാലും സ്ട്രെച്ചറുകളായാലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ആ ഒരു സ്ഥലത്ത് എന്താണ് കൂടുതലും അങ്ങനെയുള്ള, നമുക്കിപ്പോ ഹോസ്പിറ്റലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലെ. അതായത് വീൽ ചെയർ ഒക്കെ നമ്മൾ കൊണ്ടുപോകുന്നത്, സ്ട്രെച്ചേഴ്സ് ഒക്കെ കൊണ്ടുപോകുന്നത് ഒരു പ്രത്യേക വഴിയിൽ കൂടിയാണ്, സ്റ്റെപ്പ് കയറിയല്ല നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലെ. ഒരു പ്രത്യേക എന്താ പറയാ, ഉയർന്ന തലത്തിലുള്ള, അതായത് താഴെ നിന്ന് മുകളിൽ നിന്നുള്ള ഒരു ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു പ്രത്യേക വഴി അവിടെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു എന്താ പറയാ വഴികളും അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ അനു? ക്ലിയർ ആയോ അനു? യെസ് മാം, ക്ലിയർ ആയി. ഓക്കെ, വേറെ ആർക്കെങ്കിലും സംശയം ചോദിക്കാം കേട്ടോ. മിസ് തേർഡ് പോയിന്റ് പറയൂ. എന്താണ് ഉമൈബ പറഞ്ഞേ, എന്താ പറഞ്ഞേ? പേഷ്യന്റ് ഫ്ലോയിലെ തേർഡ് പോയിന്റ് ഒരിക്കൽ പറയാ. പേഷ്യന്റ് ഫ്ലോ തേർഡ് പോയിന്റ് അല്ലേ. ട്രീറ്റ്മെന്റ്, അതായത് അവിടെ വരുന്ന പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആദ്യത്തെ റിസസിറ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു
ഡിസിഷൻ എടുക്കുന്ന ഏരിയ ആണ് റിസസിറ്റേഷൻ ഏരിയ. ദെൻ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, അധികം പ്രശ്നങ്ങളില്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ അവരെ മോഡാ കൊണ്ടുപോകണേ, അവരെ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ദെൻ അവർക്ക് കൺസൾട്ടേഷൻ നടത്തുന്നു, അവർക്ക് മെഡിക്കൽ ഇമേജിംഗ് നടത്തുന്നു. ഇപ്പോ MRI എടുക്കുന്ന പേഷ്യൻസിനാണെങ്കിൽ അങ്ങനെ എടുക്കുന്നു, എക്സ്റേ എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കുന്നു. അങ്ങനെ മെഡിക്കൽ ഇമേജിംഗ് നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അത് അങ്ങനെ തന്നെ പഠിച്ചു പോയാൽ മതി. റിസസിറ്റേഷൻ, അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, കൺസൾട്ടേഷൻ, മെഡിക്കൽ ഇമേജിംഗ് ഓർ വെയിറ്റിംഗ്. മാഡം റിസസിറ്റേഷൻ ഏരിയയിൽ എന്താണ്? ആരാണ് ഇപ്പൊ ചോദിച്ചത്? റിസസിറ്റേഷൻ ഏരിയയില് നേരത്തെ ഉണ്ടായിരുന്നില്ലേ ക്ലാസ്സില്? കട്ടായി പോയി. കട്ടായി പോയോ? ആ, റിസസിറ്റേഷൻ ഏരിയയില് ഞാൻ പറയാം. അതായത് ഒരു പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കഴിഞ്ഞാല് അദ്ദേഹത്തെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഏരിയ ആണ് എന്ത്? റിസസിറ്റേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളോട് കൂടി ഒരാളെ റിസസിറ്റേഷൻ ഏരിയയിൽ എത്തിക്കുകയാണ്. അങ്ങനെ എത്തിക്കുമ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സ് എന്താ പറയാ, ഡയഗ്നോസ് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണെന്ന് ഡയഗ്നോസ് ചെയ്യാണ്. അദ്ദേഹത്തെ ഉടൻ തന്നെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? MRI എടുക്കാനായിട്ട് ഷിഫ്റ്റ് ചെയ്യും. കാരണം MRI എടുത്താൽ മാത്രമാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് ആണെന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്ന ഏരിയയാണ് എന്ത്? ഈ ഒരു റിസസിറ്റേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഇനി ആക്സിഡന്റുമായിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹത്തെ പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ, ഡിസിഷൻസ് എടുക്കുന്ന ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസസിറ്റേഷൻ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ആ, ഓക്കെ. അടുത്തത് ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. മാം MLCയിലെ ട്രോമ അസോൾട്ട് ഒന്നും കൂടി പറയാം, എന്താന്ന് പറഞ്ഞാൽ മതി മീനിങ്. ഏതാണ്? റെക്കോർഡ്സ് ഇല്ലേ അതില് MLCയില് ട്രോമ അസോൾട്ട് റേപ്പ് പോയിസണിങ് അതില്ലേ, അതില് ട്രോമ അസോൾട്ട് ഒന്ന് പറയാം. ആ, അതായത് ആക്സിഡന്റൽ ട്രോമ എന്ന് പറഞ്ഞാൽ പരിക്കുകൾ, ദുരന്തങ്ങൾ എന്നൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് അപകടങ്ങളിൽ പറ്റുന്ന അപകടങ്ങൾ പറ്റി വരില്ലേ, അങ്ങനെയുള്ളവരാണ് ആക്സിഡന്റ് ആൻഡ് ട്രോമ വിഭാഗത്തിൽ പെടുന്നത്. അസാൾട്ട് എന്ന് പറയുന്നത് ആക്രമണങ്ങളാണ്. ഇപ്പോ അതായത് നെയ്ബേഴ്സ് തമ്മിലുള്ള തർക്കങ്ങളൊക്കെ നിങ്ങൾ ടിവിയിൽ കാണാറില്ലേ? ഈ അടുത്തുണ്ടായിരുന്നു, 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. അതായത് എന്തോ ഭയങ്കരമായിട്ട് പാട്ട് വെച്ചതിനോ മറ്റോ വന്ന് ആക്രമിച്ചു എന്നൊക്കെ ന്യൂസിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. 2 ദിവസമാണ് ഭയങ്കര ഉച്ചത്തിൽ പാട്ട് വെച്ചതിനെ തുടർന്ന് അയൽവാസിയെ കയറി ആക്രമിച്ചു. അതൊക്കെ എന്തിലാ വരിക? അതൊക്കെ MLC ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആക്രമണങ്ങൾ കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ. മിസ്, പിന്നെ ഡിസൈനിലെ 4th പോയിന്റില് പെഡിസ്ട്രിയൻ അസിസ്റ്റിന്റെ മീനിങ് മാത്രം ഒന്ന് പറയാം. അതെന്താ? പെഡിസ്ട്രിയൻ അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതായത് പെഡിസ്ട്രിയൻ അസസ് എന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ, അതായത് ആ ഒരു നമുക്കറിയാലോ, ഒരു പ്ലാറ്റ്ഫോം അറിയാലോ, റേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്. അതായത് ഉയർച്ച താഴ്ച അങ്ങനെയുള്ള വഴി ആയിരിക്കണം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെഡിസ്ട്രിയൻ ആക്സസ് അതായത് രോഗികൾക്ക് നല്ല രീതിയിൽ അവർക്ക് പെട്ടെന്ന് തന്നെ പോകാനായിട്ട്, ഇപ്പോ ആക്സിഡന്റ് പറ്റി വന്ന ഒരു പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ആ ഒരു വഴിയിലൂടെ കൊണ്ടുപോകണം അല്ലെ, ആക്സസ് ആയിട്ട് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് പെഡിസ്ട്രിയൻ ആക്സസ് എന്ന് പറയുന്നത് കേട്ടോ. റേസ്ഡ് പ്ലാറ്റ്ഫോം, ഉയർന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ഒരു ഉയർച്ച താഴ്ചയുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ നീക്കിക്കൊണ്ടായിരിക്കണം പേഷ്യന്റിനെ കൊണ്ടുപോകേണ്ടത്. അതാണ് കേട്ടോ. മാം ഞാൻ പറയട്ടെ, അത് ഈ സ്റ്റെപ്പ് അല്ലാതെ സ്റ്റെയർ അല്ലാതെ ഒരു പ്ലാറ്റ്ഫോം, നമ്മൾ റോഡ് പോലെ കിടക്കുന്ന ഒരു വളഞ്ഞ് തിരിഞ്ഞുള്ള ആ ഒരു ഇതല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലൊക്കെ നമുക്കത് പ്രത്യേകം കാണാനായിട്ട് സാധിക്കും. ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ എന്താണ്, എല്ല് പൊട്ടി അല്ലെങ്കിൽ ചതവ് പറ്റിയിട്ടൊക്കെ ആയിരിക്കും, കൂടുതലും വീൽ ചെയറിലൊക്കെ ആയിരിക്കും ആ പേഷ്യന്റ് അവിടെ കൊണ്ടുവരിക. അപ്പൊ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. നിരപ്പായിട്ടുള്ള ഒരു സ്ഥലം, സ്റ്റെപ്പ് അല്ലാതെ. സ്റ്റെപ്പിൽ നമുക്കിപ്പോ സാധാരണ ആളുകൾക്ക് എന്താണ് കയറി പോകാനായിട്ട് സാധിക്കും. പക്ഷെ ഇങ്ങനെ വീൽ ചെയറിലുള്ള അല്ലെങ്കിൽ സ്ട്രെച്ചറിൽ വരുന്ന പേഷ്യൻസിനെ നമ്മൾ ഇങ്ങനെയുള്ള വഴിയിലൂടെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ. എന്താണ് ആ നടപ്പാത എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മിസ്, എനിക്ക് ക്ലാസ് ഇല്ല, കഴിഞ്ഞ ഇന്നത്തെ ഇന്നത്തെ ക്ലാസ് ഇനി കഴിഞ്ഞു കേട്ടോ ഉള്ളൂ.
12 മണി വരെയാണ് ക്ലാസ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. മാം, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ് ഒന്ന് പറഞ്ഞിട്ട് പറയാം. വർക്ക് ഫോഴ്സോ? അവിടെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരിക്കണം, CMO ഉണ്ടായിരിക്കണം. ഓക്കെ, അദ്ദേഹമാണ് ഓഫീസർ എന്ന് പറയുന്നത്. പിന്നെ അവിടെ കൺസൾട്ടന്റുമാരുണ്ടായിരുന്നു, ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കണം. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്. ദെൻ രജിസ്ട്രേർഡ് നഴ്സ് ഉണ്ടായിരിക്കണം, RN ഉണ്ടായിരിക്കണം. ദെൻ EMT എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനും കൂടി അവിടെ ഉണ്ടായിരിക്കണം. ഇവര് 2 പേരും ട്രയേജ് സെക്ഷനിൽ പരിശീലനം ലഭിച്ച ഡോക്ടേഴ്സ് ആയിരിക്കണം. ഓക്കെ, ദെൻ ഒരു സ്കിൽഡ് ആയിട്ടുള്ള നഴ്സിംഗ് ടീം ഉണ്ടായിരിക്കണം. അതായത് പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. മറ്റു ഡിപ്പാർട്ട്മെന്റുകളെ അപേക്ഷിച്ച് കൂടുതലായിട്ടും എന്ത് വേണം? സ്കിൽ ആവശ്യമാണ്. ദെൻ ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻ, MRI എടുക്കാനുള്ളത്, ECG എടുക്കാനുള്ള അങ്ങനെയുള്ള ആളുകൾ അവിടെ ഇരിക്കണം. ദെൻ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ അസിസ്റ്റന്റും അവിടെ അവൈലബിൾ ആയിരിക്കണം. EMT എന്ന് പറയുമ്പോൾ EMT എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എന്താണ് മാഡം? ഒന്നുകൂടി പറയും. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആണ് EMT. ടീച്ചർ, ഈ ഫങ്ഷണൽ ഏരിയസിൽ 4ാമത്തത് എന്താണ്? ഫങ്ഷണൽ ഏരിയസിലെ 4ാമത്തത് റീസസിറ്റേഷൻ ഏരിയ. ഫങ്ഷണൽ ഏരിയാസില് 4ാമത്തത് റിസസിറ്റേഷൻ ഏരിയ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് പേഷ്യന്റിനെ പെട്ടെന്ന് എത്തിക്കുന്ന ഏരിയ ആണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് എന്ത് ട്രീറ്റ്മെന്റ് വേണമെന്ന് തീരുമാനം എടുക്കുന്നത് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, റിസസിറ്റേഷൻ ഏരിയയിൽ പുനരുജ്ജീവനം എന്നാണ് അതിന്റെ മീനിങ് വരിക. മൈനർ OT എന്ന് പറഞ്ഞാല് അതായത് ചെറിയ ചെറിയ ഓപ്പറേഷൻസ്. ചില പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ മേജർ ആയിട്ടുള്ള സർജറി അല്ലാതെ ചെറിയ ചെറിയ ഓപ്പറേഷൻസ് നടത്താറുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകൾ, അതാണ് മൈനർ OT റെക്കോർഡ്സ് കേട്ടോ. മേജർ സർജറി അല്ല, മൈനർ സർജറി, അതാണ് മൈനർ OT. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഇതുവരെ എടുത്ത ഭാഗം നന്നായിട്ട് വായിക്കാം. ഓക്കെ, ഓക്കെ മാം, താങ്ക് യു. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? യെസ് മാം, ക്ലിയർ ആണ്. ഓക്കെ, മാം, താങ്ക് യു. ട്രയേജ് സെക്ഷനായിട്ട് വായിക്കാം കേട്ടോ. കളറിംഗ് ഉണ്ടല്ലോ, റെഡ് കാറ്റഗറി, അതുപോലെ യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക് കളറിംഗ് സംവിധാനം ഒന്ന് നോക്കുക. പിന്നെ MLC എന്താണ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. MLC ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. ഏതൊക്കെ കേസുകളാണ് MLC സ്റ്റാമ്പ് ചെയ്യുന്നത് അത് പഠിച്ചു വെക്കുക. ദെൻ ട്രയേജ് സംവിധാനം നോക്കുക, റിസസിറ്റേഷൻ ഏരിയ നോക്കുക, ദെൻ ഡീകണ്ടാമിനേഷൻ ഏരിയ നോക്കുക. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, ഇപ്പൊ താങ്ക് യു കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. താങ്ക് യു മിസ്.